നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഡിസംബർ 9, 11 തീയതികളിലായി കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കും. ഡിസംബർ 13 ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. കഴിഞ്ഞ തവണ 2021 നിയമസഭാ വോട്ടെടുപ്പ് നടന്നത് ഏപ്രിൽ 6-നാണ്. ഇക്കുറിയും ഏകദേശം ഇതേ സമയം കണക്കുകൂട്ടിയാൽ തദ്ദേശ ഫലം വന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സമയം കഷ്ടി 3.5 മാസം മാത്രമാണ്. മാർച്ച് ആദ്യവാരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന് കണക്കുകൂട്ടിയാൽ കഷ്ടി 3 മാസം പോലുമില്ല എന്നുകൂടി പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നിർണായകമാണ്. നിയമസഭയിൽ 3-ാം മൂഴം ലക്ഷ്യമിടുന്ന LDF-നായാലും 10 വർഷമായി പ്രതിപക്ഷ വേഷം കെട്ടി മടുത്ത UDF-നായാലും തൃശൂർ ജയത്തിൻ്റെ ആവേശത്തിൽ മെച്ചപ്പെട്ട പ്രകടനം സ്വപ്നം കാണുന്ന BJP-ക്കായാലും 3 കൂട്ടർക്കും ഇത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പല്ല, നിയമസഭയിലേക്കുള്ള സെമി ഫൈനൽ തന്നെയാണ്. തദ്ദേശ വോട്ട് വേറെ, നിയമസഭാ വോട്ട് വേറെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ കഴിഞ്ഞ 3 തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് കണക്കുകൂട്ടിയാൽ, അല്ലെങ്കിൽ അതിൻ്റെ സൂചനകൾ കണക്കുകൂട്ടിയാൽ അങ്ങനെ അല്ല എന്നതുകൂടി വ്യക്തമാവും. തദ്ദേശ ഫലത്തിന് തൊട്ടു പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവുമായി ഏറെക്കുറെ സമാനമായിരുന്നു 3 തെരഞ്ഞെടുപ്പുകളിലെയും ഫലം. തദ്ദേശത്തിൽ അടി പതറി വീണാൽ പിന്നീട് മടങ്ങി വരാനുള്ള സമയം 3 മുന്നണിക്കും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. LDF-നും UDF-നും ഇത് ജീവൻ മരണ പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് തദ്ദേശത്തിനു മുമ്പേ ജനപ്രിയ ക്ഷേമ പരിപാടികൾ സർക്കാർ പ്രഖ്യാപിച്ചതും ഭരണവീഴ്ചകൾ ചൂണ്ടിക്കാട്ടി UDF ആക്രമണം കടുപ്പിച്ചതും. തദ്ദേശ ഫലം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും എന്നതിൻ്റെ സൂചനയായി മാറുമോ? ഈ വിഷയമാണ് പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ കുഞ്ഞഹമ്മദാണ് കോഴിക്കോട് നിന്നും ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ കുഞ്ഞഹമ്മദ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഡിസംബർ 9, 11 ദിവസങ്ങളിൽ വോട്ടെടുപ്പ്, 13-ാം തീയതി വോട്ടെണ്ണൽ. അത് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ കണക്കിലാണെങ്കിൽ ഏപ്രിൽ 6-ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കണം. മാർച്ച് ആദ്യവാരം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലം തന്നെയായി മാറില്ലേ, അല്ലെങ്കിൽ ഫലസൂചനയായി മാറില്ലേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്. നമ്മൾ LDF-ന്റെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ ലൈവ് വിഷ്വൽസ് ആണ് സ്ക്രീനിൽ കാണുന്നത്. താങ്കൾക്ക് തുടരാം ശ്രീ കുഞ്ഞഹമ്മദ്. നമസ്കാരം സാറേ. നമസ്കാരം. 2020 LDF-ന് കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഈ പ്രാവശ്യം 2025-ലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ കിട്ടും. 2026 നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3-മതും കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന് ഞാൻ BS-നെ അനുകരിച്ച് പറയാൻ ശ്രമിച്ചതാണോ ശ്രീ കുഞ്ഞഹമ്മദ്? BS-നെ അനുകരിച്ച് പറയാൻ ശ്രമിച്ചതാണോ താങ്കളുടെ ഒരു ആഗ്രഹം? ഞാൻ ഒരു പോയിന്റ് കൂടിയും പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. മുണ്ടക്കൈ ചൂരൽമൊയ ദുരിതബാധിതർക്ക് വീടുണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ കോൺഗ്രസ് 100 വീടുണ്ടാക്കുമെന്ന് പറഞ്ഞു. ഒരു വീടിന് കല്ലു വെക്കാൻ ഈ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. ഇവരുടെ കയ്യിലാണോ ഈ ഭരണം ഏൽപ്പിക്കേണ്ടത് എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കും. ഇത്ര മാത്രം പറയും. ശരി ശ്രീ കുഞ്ഞഹമ്മദ്, താങ്കളുടെ ആഗ്രഹം, താങ്കളുടെ താങ്കൾ പറയുന്നു. എന്തായാലും മറ്റേ UDF-ൻ്റെയും ആളുകൾക്ക് സ്വാഭാവികമായും ഇത്മട്ടിൽ പ്രതികരണം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ ഗൗതമാണ് കാസർഗോഡ് നിന്നും. ശ്രീ ഗൗതം, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലസൂചനയായി മാറുമോ? നമസ്കാരം കിരണേ. നമസ്കാരം. CPM-ഉം നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നല്ല രീതിക്ക് തിളക്കമാറുന്ന വിജയത്തിന്റെ സൃഷ്ടിയിലേക്കായിരിക്കും പോകുന്നത്. വികസനത്തിന്റെ തുടർച്ചയായി പോകുന്ന ഈ ഭരണം നാളേക്കായുള്ള വികസനത്തിന് കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കും. ശ്രീ ഗൗതം, ഈ സർക്കാരിനെതിരെയൊക്കെ അതിഗുരുതരമായ ആരോപണങ്ങളുടെ ഒരു പെരുമഴ നിൽക്കുന്ന കാലത്തും എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ കഴിയുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ. ആരോപണങ്ങൾ സൃഷ്ടിയായി മാത്രമായിരിക്കും വരുന്നത്. ജനം അങ്ങേയറ്റത്തെ
അവജ്ഞതയോടെ തള്ളിക്കളയുന്നതായിരിക്കും കാണുന്നത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊന്നും അങ്ങനെ അല്ലല്ലോ കണ്ടത്. ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ പാറ്റേൺ ആണ് ഉള്ളത്. ശരി, ഓക്കെ. എന്തായാലും പാറ്റേൺ മാറുമെന്ന താങ്കളുടെ പ്രതീക്ഷ താങ്കൾക്ക് തുടർത്താം. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തും. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എങ്ങനെയാവും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലം? അത് വരുന്ന നിയമസഭയിൽ അടുത്ത 5 വർഷം കേരളം ആര് ഭരിക്കണമെന്നൊരു സൂചനയായി മാറാൻ സാധ്യതയുണ്ടോ? നമസ്കാരം കില്ലാനിയ. നമസ്കാരം സാറേ, ഇപ്പോ നമ്മൾ കാണുന്ന പറഞ്ഞാല് എംഎൽഎമാരും വലിയ നേതാക്കന്മാരാണ് ഇപ്പൊ LDF-ലും UDF-ലും മത്സരിക്കാൻ പോകുന്നത്. കാരണം ഇനി അടുത്തൊരു കാലത്ത് മുഖ്യമന്ത്രിയോട് മത്സരിക്കേണ്ടി വരും ഈ കോർപ്പറേഷനിലും പഞ്ചായത്തിലും. കാരണം എന്തെന്ന് കേട്ടാല് ഇപ്പോ 2 ആൾക്കാർ പറഞ്ഞു, എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എനിക്കറിയില്ല. നെല്ലിരി ആഹാരം കഴിക്കുന്ന മനുഷ്യർക്ക് ഇവിടെ അറിയാം 9 വർഷം കൊണ്ട് കഷ്ടപ്പെടുന്നത്. 5 വർഷക്കാലം മുതൽ അന്നേ അവര് ദുരിതാശ്വാസ ഫണ്ട് മോട്ടിക്കുകയും എല്ലാം ചെയ്ത് അവസാനം അഴിവ് നടത്തി തൂർത്തടിച്ച് അയ്യപ്പനെയും കോവിലിനെയും കൊള്ളയടിച്ച് അവിടെ എല്ലാം കട്ടുമുടിച്ച് ഇനി അവിടെ അയ്യപ്പന്റെ വിഗ്രഹം പോലും ഉണ്ടെന്ന് അറിയാൻ പാടില്ല. അതേപോലെ എല്ലാ സ്ഥാപനങ്ങളും ആണ് അവർ കട്ടുമുടിച്ച് പോയിട്ടുള്ളത്. ഇനി എത്ര വർഷം പിറകിലോട്ട് പോയാൽ നമ്മൾ മുമ്പോട്ട് പോയി നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും? ഇത് ഇടതുപക്ഷ കോൺഗ്രസ് എന്ന് പറയരുത്. നമ്മൾ ചിന്തിക്കേണ്ട നമ്മുടെ രാജ്യം, നമ്മുടെ സ്റ്റേറ്റ്, ഈ ജനങ്ങൾക്ക് എന്താണ് പരിഹാരം? സാർ, ഇവിടെ പഞ്ചായത്താണ്. ഒരു പഞ്ചായത്ത് മെമ്പറുണ്ട്, MLA ഉണ്ട്, മന്ത്രിയുണ്ട്, MP ഉണ്ട്. പക്ഷേ സാധാരണക്കാർക്ക് എല്ലാവർക്കും പരിഹാരം കാണുന്ന ആളാണ് പഞ്ചായത്ത് മെമ്പർ എന്ന ആള്. ആ പഞ്ചായത്ത് മെമ്പർ നല്ല മെമ്പർമാർ തിരഞ്ഞെടുത്ത് വിട്ടാൽ പോലും പഞ്ചായത്ത് ചെന്ന് കഴിഞ്ഞു പോയാൽ കരം പിരിക്കാനോ ഒന്നുമില്ലാതെ അഴിമതി നടത്തി അതിൽ നിന്നും ദൂർത്തടിച്ച് നടക്കുന്ന ഈ ഗവൺമെന്റിന് ജനങ്ങള് വിധി എഴുതും. അല്ലാതെ ഒരുമാതിരി കാസ്യം പോലെ പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢിയാക്കരുത് ആരും. എന്റെ സഹോദരന്മാർ, നമുക്ക് ആവശ്യം നമ്മുടെ നാട്ടിന്റെ വരും തലമുറയ്ക്കുള്ള ആവശ്യങ്ങളാണ്. ഇവരൊക്കെ അങ്ങ് മാറിപ്പോവും. പക്ഷെ നമ്മളാണ് അനുഭവിക്കാൻ പോകുന്നത്. ഇനിയെങ്കിലും ബാലറ്റ് പേപ്പറിൽ കൂടി ഞാൻ അന്ന് പറഞ്ഞ പോലെ അതിശക്തമായിട്ട് ആലോചിച്ച് വേണം എന്റെ സഹോദരന്മാർ എല്ലാവരും ആലോചിച്ച് വേണം വോട്ട് ചെയ്യാൻ. അത് മാത്രം എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നല്ലത് വരാൻ വേണ്ടി മാത്രം ചിന്തിക്കുക. രാഷ്ട്രീയം നമുക്ക് ആവശ്യമാണ് സാറേ. ഓക്കെ. ബാലരാമപുരം ആണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. UDF അതിശക്തമായ രീതിയിൽ തിരിച്ചു വരും എന്നുള്ളതാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം? അതൊരു സാധാരണഗതിയിലൊക്കെ വാർഡിലേക്കുള്ള ആളുകളുടെ ഒരു രാഷ്ട്രീയത്തിനപ്പുറമുള്ള വ്യക്തിബന്ധം കൊണ്ടുള്ള ഒരു വോട്ടിൻ്റെ ഫലമായി മാറുമോ? അതോ ആകെ കൂടി ആ ഫലം കേരളം മുഴുവൻ പരിശോധിക്കുമ്പോൾ അത് ജില്ലാ പഞ്ചായത്ത് വരെയും കോർപ്പറേഷൻ വരെയും എല്ലാം അടങ്ങുന്നതാണ്. അങ്ങനെ ഒരു ഫലം പരിശോധിക്കുമ്പോൾ അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ഒരു ഫലസൂചനയായി മാറും? നമസ്കാരം സാറേ. നമസ്കാരം. എന്നാൽ പറയാൻ പോവുകയാണ്. മുൻ പറഞ്ഞ ആളെ സംബന്ധിച്ച് പറയാം. ആദ്യം അദ്ദേഹത്തിന് ഒരു വസ്തു മനസ്സിലായിട്ടില്ല. അദ്ദേഹം ഇവിടെ ആകെ കൊള്ളത്തരാണെന്നും പറഞ്ഞാണ്ട് സഹോദരന്മാരോട് വോട്ട് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു വർത്തമാനം കേൾക്കണം. ഇവിടെ സഹോദരന്മാരൊക്കെ നിറച്ച് കാശ് വാങ്ങുന്നുണ്ട്. ഇപ്പോ എല്ലാ ആൾക്കാർക്കും അത് ഈ സർക്കാർ കൊടുക്കുന്നുണ്ട്, കാലാകാലത്തിനും കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തുകൊണ്ടേയിരിക്കും. മറ്റേ സഹോദരന്മാരൊക്കെ എന്താ പറഞ്ഞത് അറിയാം? ആ വെള്ളസർട്ടിട്ട സഹോദരന്മാര് അതെല്ലാം നിർത്തൽ ചെയ്യുന്നാ പറഞ്ഞത്. എന്നാ ഞങ്ങളത് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നാ പറഞ്ഞത്. പൊന്നാര സാറേ, അപ്പൊ അതിനാരും കണ്ട് ആ മന്ത്രി കുപ്പായൻ കൈക്കച്ചാൽ മതി, ഞങ്ങൾ തന്നെ അധികാരത്തിൽ വരും. അതേ പറയാനുള്ളൂ. ശരി, ഓക്കെ. എന്തായാലും മുഹമ്മദിൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. അദ്ദേഹം ശിവദാസിൻ്റെ അഭിപ്രായത്തിന് ഒരു മറുപടി പറയുക കൂടിയാണ്. ശ്രീ ബാലുവാണ്, കുറുപ്പന്തറയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബാലു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തദ്ദേശ ഫലവും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? സാർ, ഇവരൊന്ന് ഇറങ്ങി കിട്ടിയാൽ മതിയായിരുന്നു. അതെന്താണ് ശ്രീ ബാലു അങ്ങനെ തോന്നാൻ കാരണം? സാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സിറ്റുവേഷൻ ഒക്കെ കാണുന്നില്ലയോ? പറഞ്ഞോളൂ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം അടക്കമുള്ള കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ ആകെ ഉണ്ടായ പുരോഗതിയും കാണുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലും മതിലിടിഞ്ഞ് വീണും ബിൽഡിംഗ് ഇടിഞ്ഞു വീണും ഒക്കെ ആൾക്കാർ കാണുന്നില്ലയോ? ഇവരൊന്ന് ഇറങ്ങി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നാട് രക്ഷപ്പെടും. ശരി, ശ്രീ ബാലു. ഹലോ ബാലു, എന്തെങ്കിലും തുടർന്ന് പറയാനുണ്ടോ? അതോ? ഇല്ലല്ല, ഇവരൊന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഈ നാട് രക്ഷപ്പെടും. ശരി, ബാലുവിനെ അങ്ങനെ ഓരോരുത്തരും ഓരോ തരത്തിലാണ് കരുതുന്നത്. ഇവർ ഇറങ്ങിപ്പോയാൽ രക്ഷപ്പെടുമെന്ന് കരുതുന്നവരും, അങ്ങനെയല്ല ഇവർ തുടർന്നാൽ രക്ഷപ്പെടുമെന്ന് കരുതുന്നവരും ഒക്കെ ഉണ്ടാവും. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഈ താങ്കളുടെ പാർട്ടി കേരളത്തിൽ 25% വോട്ട് പിടിക്കുമെന്നൊക്കെയാണ് അമിത്ഷാ പറയുന്നത്. അപ്പോൾ അത്രയൊക്കെ വോട്ട് പിടിക്കാനുള്ള ശേഷി, അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് ഒരു കുതിച്ചാട്ടത്തിനൊക്കെയുള്ള ശേഷി BJPക്ക് ഉണ്ടോ? സാർ നമസ്കാരം. നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ചയെ പറ്റി സാർ അങ്ങനെ ഇപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യണ്ട.
അത് ഉയർച്ചയിലേക്കും താഴ്ചയിലേക്കും പോയിട്ട് ഒരുപാട് പരിചയമുള്ള പ്രസ്ഥാനം. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എവരൊന്നും കരുതുന്ന ഒരു പാറ്റേൺ അല്ല ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. എത്ര അഴിമതി കാണിച്ചാലും എത്ര ദുഷ്ചെയ്തികൾ ചെയ്താലും ഈ പ്രാവശ്യം ഇടതുപക്ഷം തൂത്തുവാരും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. അതുപോലെ തന്നെ വരുന്ന നിയമസഭയിലും ഇടതുപക്ഷം അധികാരത്തിൽ വരും. എന്താണെന്നറിയോ? ഇതിനൊക്കെ കാരണമുണ്ട്. പിന്നെ നേരത്തെ ഒരു സഹോദരൻ പറയുന്നത് കേട്ടു, വാരിക്കോരി പണം കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഔദാര്യമല്ല സാറേ, ഇതെല്ലാം അവകാശങ്ങളായി കൊടുക്കുന്നത്. കാരണം പബ്ലിക്കിന്റെ നികുതി പണം കൊണ്ടാണ് നിങ്ങൾ ഈ ഭരണ സംവിധാനം എ സി വെച്ച കാറിലൊക്കെ സഞ്ചരിക്കുന്നത്. അത് നിങ്ങൾ ഓർക്കണം. ധാരാളം വാരിക്കോരി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത്തരം കാഷ്ടിയൊന്നും വേണ്ട. പക്ഷെ നിങ്ങൾ ഈ പ്രാവശ്യം അധികാരത്തിൽ വരും, വന്നിരിക്കണം. അതാണ്. ബി ജെ പിക്കാർക്ക് എന്താണ് ഈ കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരണമെന്ന് അങ്ങനെ ഒരു ബി ജെ പി പ്രവർത്തനം പറയാനുള്ള കാരണം എന്താണ്? അതിൻ്റെ ഉള്ളിൽ ഒരു രാഷ്ട്രീയ പാറ്റേൺ ഉണ്ട് സാർ. ഒരു സംഘടിതമായ ഒരു നീക്കമുണ്ട്. അതിന് യാതൊരു സംശയവും വേണ്ട. ഒരു പ്രാവശ്യം കൂടി അവർ വന്നിരിക്കണം. എന്നിട്ട് വേണം പശ്ചിമ ബംഗാളിനെ പറ്റി ചിന്തിക്കാൻ. അതാണ് അവസ്ഥ. നിങ്ങൾ ആലോചിക്കുന്ന ഒരു തവണ കൂടി CPM വന്നാൽ CPM-നെ പശ്ചിമ ബംഗാളിനെ പോലെ നശിപ്പിക്കാം, അങ്ങനെയാണോ ബി ജെ പിയുടെ ആലോചന? അത് മാത്രമല്ല, ലെഫ്റ്റും റൈറ്റും ഉണ്ടാവത്തില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് കേരളത്തിലുണ്ട്. മറ്റേ ഇടതുപക്ഷത്തിലുള്ള സ്നേഹം കൊണ്ടല്ല അവർ തൂത്തുപാരുന്നതും അവർ നിയമസഭയിൽ അധികാരത്തിൽ വരും എന്ന് പറയുന്നതാ. ഓരോ പാർട്ടിക്കും അവര് അത് താങ്കൾക്ക് വോട്ട് കഴിയുമ്പോൾ അറിയാം. ഈ കേരളത്തിൽ എത്രയോ കാലമായി ഇടതുമുന്നണിയും UDF, LDF-ഉം UDF-ഉം മാറി മാറി ഭരിക്കുന്നു. ആ രണ്ടുപേരുടെയും ആശയഗതികളെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഒക്കെ ഉണ്ട്. അതുകൊണ്ടല്ലേ അങ്ങനെ ഉണ്ടാവുന്നത്. അതിന് BJP-ക്ക് അതിനകത്ത് എവിടെയാണ് ഈ പറയുന്ന ഒരിക്കൽ കൂടി ഇടതുമുന്നണി വന്നു കഴിഞ്ഞാൽ BJP-ക്ക് വല്ല നേട്ടം ഉണ്ടാവാൻ വഴിയുണ്ടോ? പിന്നെ എങ്ങനെയാണ് താങ്കൾ ഈ ഒരു BJP-കാരനായ താങ്കൾ അങ്ങനെ പറയുന്നത്? സാറ് പബ്ലിക്കിന് രാഷ്ട്രീയം പറയിപ്പിക്കാൻ തയ്യാറാണ്. 25% വേണ്ട സാർ, 15% വോട്ട് ഞങ്ങൾക്ക് ഉണ്ടോ? അതൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് 15% ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. വേണ്ട, 18 വേണ്ട, 15% ഉണ്ടോ സാർ? അതുണ്ടല്ലോ. 6% മാറി മറിഞ്ഞ നിങ്ങൾ വിചാരിക്കുന്ന രാഷ്ട്രീയം 6% എന്ന് പറഞ്ഞാൽ താങ്കൾ ഒന്നും കാണുന്നില്ല. അപ്പൊ അതൊക്കെ തീരുമാനങ്ങളുണ്ട്. അത് ഈ സുകുമാരൻ നായർ കൂടിയൊക്കെ സംഭാഷണം നടക്കുന്നുണ്ട്. ഇടതും ഞങ്ങളും ഒന്നാണ്. ഞങ്ങൾ ധാരണയുണ്ട്. അത് ഞങ്ങൾക്കൊരു മണിയുമില്ല. അവർക്കുണ്ടാവണം ജാള്യത. ഞങ്ങൾക്കൊരു ജാള്യതയില്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ എന്തില്ല, ശത്രുക്കളില്ല. ശ്രീ ബാലകൃഷ്ണൻ, അത് BJP പലപ്പോഴും അങ്ങനെയാണ്. അധികാരത്തിന് വേണ്ടി ആരുമായും ഒക്കെ ഒത്തുതീർപ്പിന് തയ്യാറാവുന്ന പാർട്ടിയാണ്. ജമ്മു കാശ്മീരിലടക്കം നമ്മൾ ആ കാര്യമൊക്കെ വളരെ കൃത്യമായി കണ്ടതുമാണ്. ഞാൻ എൻ്റെ ചോദ്യം അതല്ല. കേരളത്തിൽ ഏറ്റവും ശക്തമായി, ഇന്ത്യയുടെ മുഴുവൻ കാര്യമൊക്കെ പോട്ടെ, കേരളത്തിൽ ഏറ്റവും ശക്തമായി BJP-യുമായി ആശയപരമായി എതിർത്തുകൊണ്ടിരിക്കുന്ന, ഈവൻ കായികമായ ആക്രമണങ്ങൾ വന്നാലും എല്ലാം BJP-യുടെ മറുഭാഗത്ത് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്തായാലും CPM തന്നെയാണല്ലോ. അത് കോൺഗ്രസോ മറ്റു പാർട്ടികളോ ഒക്കെ അല്ലല്ലോ. കേരളത്തിനെ സംബന്ധിച്ച് മാത്രം ആലോചിച്ചാൽ മതി. അങ്ങനെ ഒരു സ്ഥലത്ത് കേരളത്തിൽ എങ്ങനെയാണ് താങ്കൾ ഈ പറയുന്നത് പോലെ BJP-കാരാകെ CPM-നെ ജയിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെയാണ് അതിന്റെ പൊളിറ്റിക്സ്? താങ്കൾക്ക് അത് അറിയാമെങ്കിൽ പറയാം, എനിക്കറിയില്ല. പൊളിറ്റിക്സ് പറഞ്ഞു തരാം സാർ. നിങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ CPIM ന്യൂനപക്ഷമായി പ്രദേശിക്കുന്ന പ്രദേശത്ത് എവിടെയെങ്കിലും ഞങ്ങൾ ആക്രമിക്കുന്നുണ്ടവരാ? നിങ്ങൾ കാണിച്ചു തരുവാ? ഒരു CPIM RSS സംഘടനം മറ്റുള്ള ഇവർ ന്യൂനപക്ഷ ഏതെങ്കിലും സ്റ്റേറ്റിലുണ്ടോ? മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഇപ്പോൾ RSS-നോ BJP-ക്കോ സംഘടനത്തിന് ശേഷിയുള്ള ഒരു വലിയ പ്രസ്ഥാനമല്ലല്ലോ CPIM എന്ന് പറയുന്നത്. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ലല്ലോ. കേരളത്തിൽ നിങ്ങളെക്കാൾ ശേഷിയുള്ള പ്രസ്ഥാനമാണ് CPM. നിങ്ങളുടെ അത്തരത്തിലേക്കുള്ള മുന്നേറ്റങ്ങളെല്ലാം തടയിടുന്നതും അതിനെ പ്രതിരോധിക്കുന്നതും അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ആശയപരമായിട്ടായാലും കായികപരമായിട്ടായാലും മറ്റേത് സംഘടനാപരമായിട്ടായാലും ഏത് തരത്തിലായാലും അതിന്റെ പ്രധാനപ്പെട്ട ശത്രു പക്ഷത്തേക്കുന്നത് CPM അല്ലേ? അത് പബ്ലിക്കിന്റെ മുമ്പിലല്ലേ സാർ? പിന്നെ പബ്ലിക്കിന് മുന്നിലല്ലാതെ പബ്ലിക്കിന് മുന്നിൽ പരസ്യമായി പറയുന്നത് നിങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതൽ ആക്രമണം അഴിച്ചുവിടുന്നത് അവരല്ലേ? ആക്രമണം അഴിച്ചുവിട്ടിട്ട് എന്ത് കാര്യം? PMC-യിൽ ഒപ്പിട്ടത് എന്ത് ഞങ്ങൾ ആശയമല്ലേ? അപ്പൊ താങ്കൾ അത് പറഞ്ഞിട്ട് താങ്കൾ PR വർക്ക് ചെയ്യണ്ട. താങ്കൾ ഇത് കേട്ടാൽ മതി. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ പബ്ലിക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ താങ്കൾക്ക് മനസ്സിലാവും. ഇടതുപക്ഷത്തിന് സംഭവിക്കാൻ പോകുന്നില്ല. ഇടതുപക്ഷം പൂർവാധിക ശക്തിയിൽ മുന്നോട്ട് വരും. അതിൽ കൂടി ഞങ്ങളും വരും. ശരി ശ്രീ ബാലകൃഷ്ണൻ, ഓരോരുത്തരും ഓരോ തരത്തിലാണ് രാഷ്ട്രീയത്തെ കാണുന്നത്. ബാലകൃഷ്ണന്റെ അഭിപ്രായം അങ്ങനെ. ഓരോരുത്തർക്കും അങ്ങനെ ഏത് തരത്തിലും അഭിപ്രായം പറയാനും കാണാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതെന്തായാലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണത്. ശ്രീ ബാലകൃഷ്ണനാണ് പറഞ്ഞത്. ശ്രീ തങ്കച്ചനാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ തങ്കച്ചൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം? അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുള്ളൊരു മുന്നോടിയാകുമോ? നമസ്കാരം. എനിക്ക് പറയാൻ എല്ലാം ശരിയാവുന്നു. എല്ലാവരും ശരിയാക്കി, മനുഷ്യനെ തൊട്ട് ദൈവത്തെ വരെ ശരിയാക്കി സർക്കാർ എന്തായാലും ജനം കൈവിടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത്തരം കാര്യങ്ങൾ, എത്രയോ കാര്യങ്ങൾ നമ്മളുടെ ഭരണത്തിലാ കേന്ദ്രങ്ങൾ, നമ്മുടെ സാമ്പത്തിക
എല്ലാം കയ്യൊട്ട് വാരി ഇത് ദൈവത്തെ പോലും വെറുതെ വിടാത്ത ഈ സർക്കാർ ജനങ്ങൾ ഇനിയൊരു മാപ്പ് കൊടുക്കണമെന്ന് വിശ്വാസം. പൂർണ്ണമായും ഞങ്ങൾ ഈ സർക്കാരിനെ തള്ളിക്കളി. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചൊരു അവസ്ഥയാണ് 2014 2026 സർക്കാർ. ശരിക്കും പ്രകൃതി പോലും ശോഭിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നു. ദൈവം പോലും കോപിച്ചു പ്രവർത്തനങ്ങൾ ചെയ്യാൻ. ഏത് സർക്കാർ അധികാരം നടത്തുന്നു, ഇത് വന്നോട്ടെ, BJP വന്നോട്ടെ, UDF വന്നോട്ടെ. ശരി, അദ്ദേഹത്തിൻ്റെ സൗണ്ടിൽ ചില കുഴപ്പങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ശ്രീ ജെയിംസ് കുട്ടിയാണ് കൊട്ടാരക്കരയിൽ നിന്ന്. ശ്രീ ജെയിംസ് കുട്ടിയിലേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് 1-2 യൂട്യൂബ് കമൻറ്റുകൾ വേഗത്തിൽ വായിക്കാനുണ്ട്. നമുക്ക് അതുകൂടി കുറച്ച് കമൻറ്റുകൾ മാത്രം വായിക്കാം. കോൺഗ്രസിനെ ജനങ്ങൾ പ്രതിപക്ഷത്ത് തന്നെ ഇരുത്തും. ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിൻ്റെ തേരോട്ടമായിരിക്കും കാണുന്നതെന്ന് ഗൗതം പറയുന്നു. ഗോളാന്തരയാത്ര പറയുന്നു. അമ്പലം വിഴുങ്ങൽക്ക് വോട്ട് കൊടുത്ത് എല്ലാവരും ജയിപ്പിക്കണമെന്ന് പറയുന്നു. ജയകുമാർ പറയുന്നു കുഞ്ഞഹമ്മദ് എല്ലാ മണ്ഡലത്തിലും പ്രചരണത്തിന് പോകണം എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ കളിയാക്കിയാണെന്ന് തോന്നുന്നു. ഗൗതം എം പറയുന്നു ഇടതുപക്ഷത്തിൻ്റെ തേരോട്ടമായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ശിവശങ്കർ പറയുന്നു കേരളം കുറെ കൂടി പുരോഗമിക്കാനുണ്ട്, ഒരു അവസരം കൂടി സഖാക്കൾക്ക് വേണം, എല്ലാം ശരിയാക്കും എന്ന് പറയുന്നു. ഇടതിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും എങ്ങനെ സ്വർണം അടിച്ചു മാറ്റാം എന്നും എങ്ങനെ മാല മോഷ്ടിക്കാമെന്നൊരു ക്ലാസ് എടുക്കുന്നുണ്ട് എന്ന് സുനിൽകുമാർ പറയുന്നു. ഗൗതം വീണ്ടും അതിന് മറുപടി ബാലകൃഷ്ണൻ വടകരയുടെ അഭിപ്രായത്തിന് ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഗൗതം ഇടത് പ്രവർത്തകനായ ഗൗതം പറയുന്നത് ബാലകൃഷ്ണൻ വടകര പറഞ്ഞ തീരുമാനത്തെയാണ്, BJP സഹായിച്ച് ഇടതുപക്ഷം ജയിക്കുമെന്ന തീരുമാനത്തെ താങ്കൾ അങ്ങ് അഭിനന്ദിക്കുമെന്നൊക്കെ. ഇങ്ങനെയൊക്കെ എടുത്തിയാടി അഭിനന്ദിക്കണോ? പോരാളിയായത് തേരാളി സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള സഖാവിൻ്റെ വികസന കുതിപ്പിലേക്കായിരിക്കും പോകുന്നതെന്നൊക്കെ ഗൗതം പറയുന്നു. കെ മുരളീധരൻ ഇന്ന് കിരൺ നന്നായി കമ്പോസ്റ്റായി നിൽക്കുന്നു, BJP ജയിക്കുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് കെ മുരളീധരൻ പറയുന്നു. BJP ജയിക്കുമ്പോൾ എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലും എന്തായാലും BJP ജയിക്കും എന്നൊരു പ്രവചനമൊന്നും തൽക്കാലം നടത്താൻ നിർവാഹമില്ല. മെച്ചപ്പെട്ട പ്രകടനം ചിലപ്പോൾ ഉണ്ടായേക്കാം, ചിലപ്പോൾ മോശപ്പെട്ടതായേക്കാം. പക്ഷേ LDF-ഓ UDF-ഓ അല്ലാതെ മറ്റൊരു മുന്നണി കേരളത്തിൽ എന്തായാലും തൽക്കാലം ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒന്നും ജയിക്കാനുള്ള സാധ്യതയില്ല ശ്രീ കെ മുരളീധരൻ. അത്രയുള്ള അത്ഭുതങ്ങളൊന്നും കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെയും സംഭവിച്ചിട്ടുമില്ല. ഒരു തവണ കൂടി അവർ വരണം, പിന്നെ ജനങ്ങൾ അവരെ കൈകാര്യം ചെയ്തോളൂന്ന് ഗോളാന്തരയാത്ര പറയുന്നു. BJPക്ക് അക്കൗണ്ട് കൂടി കേരളത്തിൽ ഉണ്ടാവില്ല, അക്കൗണ്ട് പൂട്ടിക്കും തെരഞ്ഞെടുപ്പായിരിക്കും വരാൻ പോകുന്നതെന്ന് പറയുന്നു. മോൻസാക്ക് പൊതുവേദി ചിലരിലേക്ക് മാത്രം ഒതുങ്ങി പോവുകയാണെന്ന് മോൻസാക്ക് താങ്കളും വിളിച്ചോളൂ. ഓരോരുത്തരൊക്കെ കുത്തിയിരുന്ന് അവരാവർത്തിച്ച് ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് കിട്ടുന്നു എന്നതല്ല. അല്ലാതെ നമ്മൾക്ക് ആരെങ്കിലും വിളിച്ച് അങ്ങോട്ട് ഒരാളെയും വിളിച്ച് ഇങ്ങോട്ട് എടുക്കുന്നതല്ല. ആളുകൾ തുടർച്ചയായി വിളിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ തുടർച്ചയായി കുത്തിയിരുന്ന് 1-2 ഫോണിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് കൂടുതൽ തവണ കിട്ടുന്നു. അല്ലാതെ ഞങ്ങൾ ഒരാളെ പോലും അങ്ങോട്ട് വിളിച്ചല്ല ഇതിന് പൊതുവേദിക്ക് ആളിനെ പ്രതികരിക്കുന്നത്. ഏതോ മണ്ടൻ ചുമ്മാ തള്ളുകയാണ്, മറ്റുള്ളവർക്ക് ചാൻസ് കൊടുക്കുക എന്നൊക്കെ മോൻസാക്ക് പറയുന്നു. മോൻസാക്ക് എല്ലാവർക്കും നമ്മൾ ചാൻസ് കൊടുക്കുന്നവരുണ്ട്. കിരണിനെ പോലെ ചിന്താഗതിയുള്ള മനുഷ്യരാണ് കേരളത്തിൽ കൂടുതലുള്ളത്, അതുകൊണ്ട് LDF വരുമെന്നും ഗോളാന്തരയാത്ര പറയുന്നത്. എന്തായാലും കൊള്ളാം ഗോളാന്തരയാത്ര. പിന്നീട് അവർ തമ്മിലുള്ള മത്സരങ്ങളൊക്കെയാണ് കൂടുതൽ. ബാക്കി പിന്നീട് വായിക്കാം. എന്തായാലും ജെയിംസ് കുട്ടി കൊട്ടാരക്കരയിൽ നിന്നും. ശ്രീ ജെയിംസ് കുട്ടി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഒരു വ്യക്തമായ സൂചനയാവുമോ? ഹലോ, നമസ്കാരം. നമസ്കാരം. ഞാൻ വെച്ച യഥാർത്ഥത്തിൽ ഇനിയും ഇടതുപക്ഷം തന്നെ വീണ്ടും കേരളം ഭരിക്കും. കാരണം അതിന് വെറുതെ ഞാൻ പറഞ്ഞതല്ല. കഴിഞ്ഞ 10 വർഷത്തെ ഭരണം കൊണ്ട് കേരളത്തിനുണ്ടായ നേട്ടം അതിനേക്കാൾ ഉപരിയായി ഇപ്പം പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസും BJP അടക്കമുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്നതായ നമുക്ക് ഉദാഹരണത്തിന് നമുക്കറിയാം, പിന്നെ ഈ പറയുന്ന വയനാട് നടന്നതായ പ്രളയവുമായി ബന്ധപ്പെട്ട് മരിച്ചു വീണ ജനങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് പിരിച്ചെടുത്ത പൈസ, ഒരു ചെറു പൈസ പോലും അവർ ചെയ്തു. അതെന്താ ഇപ്പോഴും അവർ പറയുന്നത്? എന്താ പത്രമേളത്തിലൊക്കെ എന്ത് അപഹാസ്യമായ രീതിയിലാണ് പറയുന്നത്? കേരളത്തെ നെഞ്ചോട് ചേർത്ത് കെട്ടി വീണ്ടും ഇടതുപക്ഷ ഗവൺമെന്റ്, അതിന് പിണറായി വിജയൻ മറ്റൊരു നേതാവ് ഒരു വിഷയം വന്നേക്കാം, എങ്കിൽ തന്നെ ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെയായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഇപ്പൊ നമുക്ക് 6 കോർപ്പറേഷൻ ഉണ്ട്, അത് 5 കിട്ടി, ഇനി 6 കോർപ്പറേഷനും പിടിക്കും, 14 ജില്ലാ പഞ്ചായത്തും പിടിക്കും, ബ്ലോക്കുകളും അതുപോലെ പഞ്ചായത്തുകളും പൂർണ്ണമായിട്ടും ഇടതുപക്ഷം തന്നെ ഭരിക്കും. കാരണം അങ്ങനെയുള്ള ഒരു ഭരണ സംവിധാനം കേരളത്തിൽ ഇടതുപക്ഷം നടത്തിയിട്ടുണ്ട്, എല്ലാ ജനങ്ങളെയും ചേർത്ത് നിർത്തുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും വീണ്ടും ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെ. അതിന് കാരണമുണ്ട്. കാരണം ഇവിടെ UDF എന്ന് പറയുന്നതായ കോൺഗ്രസും മുസ്ലിം ലീഗും തുടങ്ങിയതായ കക്ഷികൾ എല്ലാവിധമായ വർഗീയ ശക്തികളെയും തങ്ങളുടെ കുടക്കീഴിൽ ചേർത്തുകൊണ്ട് അവർ ഭരണത്തിൽ വരികയാണെങ്കിൽ കേരളത്തിന്റെ ഗതി എന്താകുമെന്ന് ഇവിടുത്തെ ഒരു വിഭാഗം ജനങ്ങൾ നല്ലോണം ചിന്തിച്ചുകൊണ്ടിരിക്കുക. അവരുടെ നിലപാടുകൾ എന്താണെന്ന് അവരുടെ നേതാക്കന്മാർ ഇപ്പോഴും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവർക്ക് അധികാരമില്ലാതെ ഇങ്ങനെ ചെന്നായ്ക്കളൊക്കെ നോക്കിയിരിക്കുക, എങ്ങനെങ്കിലും അധികാരത്തിൽ വരണം,
എന്നിട്ട് ഇവിടെ നമ്മുടെ ജനങ്ങളെ മാക്സിമം ഊറ്റിയെടുക്കാൻ വേണ്ടി അത് നടക്കത്തില്ല. കേരളം അത് അനുവദിക്കത്തില്ല. ശരി ശ്രീ ജെയിംസ് കുട്ടി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരും. ഓക്കെ, താങ്ക് യു. ഓരോരുത്തർക്കും അവരുടെ രാഷ്ട്രീയ പാർട്ടികൾക്കനുസരിച്ച് പ്രതീക്ഷകൾ പങ്കുവെക്കാനുള്ള അവകാശമുണ്ട്. ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്നും. ഫാദർ സാമുവൽ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം? അത് വരാൻ പോകുന്ന ഏതെങ്കിലും വലിയ ഫലത്തിന്റെ ഒരു സൂചന ആവാൻ സാധ്യതയുണ്ടോ? ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഈ ആര് വന്നാൽ കേരളം രക്ഷപ്പെടും എന്നത് വലിയൊരു ചോദ്യമില്ല. കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ LDF ചില കാര്യങ്ങളൊക്കെ ചെയ്തു എന്നത് സംശയമില്ല. പക്ഷേ സാധാരണക്കാർ എത്രത്തോളം കരുതി, എത്രത്തോളം അവരുടെ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഹോസ്പിറ്റലായാലും ആരോഗ്യരംഗം ആയാലും വിദ്യാഭ്യാസ രംഗമായാലും റോഡിന്റെ കാര്യങ്ങളിലായാലും എത്രത്തോളം നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അമേരിക്കയെ പലപ്പോഴും താരതമ്യപ്പെടുത്താറുണ്ട്. അമേരിക്കയിലൊക്കെ പോയവർക്കറിയാം. ഞാൻ അവിടെ 9 മാസമൊക്കെ ഉണ്ടായത്, അതുകൊണ്ട് എനിക്കറിയാം അവിടുത്തെ റോഡിന്റെ അവിടുത്തെ സംവിധാനങ്ങളൊക്കെ. മനസ്സിലായ? അതുകൊണ്ട് ഇവിടെ നമുക്ക് പറയാൻ പലതും പറയാം, പക്ഷെ എത്രത്തോളം നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ്. അത് ആര് പ്രവർത്തിക്കും എന്നത് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അതിനനുസരിച്ചായിരിക്കും ജനം തീരുമാനിക്കുക. ആരുടെ പ്രവർത്തനമായിരിക്കും കേരളത്തിന് ഏറ്റവും അഭികാമ്യമായിരിക്കുന്നത്. നമുക്കറിയാലോ, കരിമണലിന് എത്രയോ കോടി രൂപ കെട്ടാനുള്ളതാണ് കരിമണൽ. ആ കരിമണൽ എങ്ങോട്ടാക്കാ പോകുന്നത്? നമുക്ക് കിട്ടുന്നുണ്ട് അതിന്റെ വരുമാനം? കേരളത്തിന് അത് വലിയൊരു ധന സമൃദ്ധിയായി തീരുകയില്ലേ? എന്തുകൊണ്ട് അതിനെപ്പറ്റി ആരും ഒന്നും ചിന്തിക്കുന്നില്ല? അങ്ങനെയുള്ള പല ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ ആ ചോദ്യമൊക്കെ കണക്കിലെടുത്ത് ജനം തീരുമാനിക്കും എന്താ വേണ്ടത്. ഈ ഇപ്പൊ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വോട്ട് ചെയ്യണം എന്നൊക്കെയും സാധാരണക്കാർ തീരുമാനിക്കും എന്താ വേണ്ടതെന്ന്. അത്രേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ശരി, ഫാദർ സാമുവലാണ് അഭിപ്രായം പറഞ്ഞത്. ശ്രീ അഹമ്മദ് ബാവയാണ് മലപ്പുറത്തും. ശ്രീ അഹമ്മദ് ബാവ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലസൂചന തന്നെയായി മാറുമോ? ഇനി 3 മാസത്തെ ഗ്യാപ്പാണുള്ളത്. യഥാർത്ഥത്തിൽ ഡിസംബർ 13-ാം തീയതി ഫലം വന്നു കഴിഞ്ഞാൽ മാർച്ച് ആദ്യ വാരം തന്നെ അല്ലെങ്കിൽ 2ാം വാരമോ വരണം മിനിമം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം. അപ്പോൾ ആ ചെറിയ ഗ്യാപ്പിൽ ഫലം മാറി മറിയാൻ സാധ്യതയുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം. ഇത് ഇപ്പോഴല്ല, നിലമ്പൂര് തെരഞ്ഞെടുപ്പ്, എല്ലാ ഉപതെരഞ്ഞെടുപ്പും അവസാനം കഴിഞ്ഞ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് തന്നെ നിയമസഭയിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ്. പിന്നെ എല്ലാ മേഖലകളും തകർന്നു കിടക്കുകയാണ്. പ്രത്യേകിച്ച് ആരോഗ്യ മേഖല. ദിവസവും നമുക്ക് കിട്ടുന്നത് തിരിഞ്ഞു നോക്കാതെ രോഗികൾ കിടന്നിട്ട് ഒരു നായെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും നോക്കിയില്ല എന്ന് ആ മരിച്ച രോഗി ഒരു ശബ്ദ സന്ദേശം ഇടണമെങ്കിൽ എവിടെ എത്തണം? ഇപ്പൊ അടുത്തൊരു കുഞ്ഞ് തനിച്ചാക്കിയിട്ട് ആ അമ്മ പോയി. അതിന് അണുബാധ ഉണ്ടായത് വീട്ടിൽ നിന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. എന്നിട്ട് എല്ലാത്തിനും അന്വേഷണത്തിന് ഉത്തരവിടുക. അതിലും നമ്മൾ ഒന്നാം സ്ഥാനം. ഈ ഒന്നാം സ്ഥാനം എന്താന്ന് ഇപ്പൊ ഞാൻ ഇന്ന പോലെ വിവരമില്ലാത്തവർക്കൊന്നും മനസ്സിലാകാതായിരിക്കുന്നു. എല്ലാ മേഖലകളും ഏതൊരു കേരളത്തിലെ ജനങ്ങൾ എന്താ പൊട്ടന്മാരാ? ഈ കേരളത്തിലെ ജനങ്ങൾ റോഡിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരാള്, ഇതുകൊണ്ടാണ് പിണറായി വിജയന് കുന്നംകുളത്തുനിന്ന് വേറെ റോഡ് മാറ്റി പിടിക്കേണ്ടി വന്നു. ഈ റോഡ് കൂടി മൂപ്പർക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ എല്ലാ മേഖലയിലും തകർന്ന് തരിപ്പണമായിട്ടുള്ള ഈ ഗവൺമെന്റിന് ഇനി ഈ തെരഞ്ഞെടുപ്പിലല്ല ഒരു തെരഞ്ഞെടുപ്പിലും ഇനി കേരളത്തിൽ അധികാരത്തിൽ വരില്ല. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. CPM-ന്റെ സെക്രട്ടറിയുടെ അങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ? കേരളത്തിൽ അങ്ങനെ ഒരു അതിശക്തമായ ഭരണവിരുദ്ധ വികാരം അതിശക്തമായിട്ടുണ്ടോ? കഴിഞ്ഞ തവണയും ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ കേരളത്തിന്റെ ചരിത്രം തിരുത്തി പിണറായി വീണ്ടും അധികാരത്തിൽ വരികയായിരുന്നു ഇടതുമുന്നണി. ഇതിന്റെ ഒരു കാരണം ജനങ്ങൾക്ക് ഈ ഒരു കിറ്റിന്റെ പ്രശ്നം വന്നു. ആ കിറ്റിന്റെ പ്രശ്നമാണ് വന്നത്. ഇത് ജനങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോ ക്ഷേമ പെൻഷൻ കൂട്ടിയില്ലേ? ഒറ്റയടിക്ക് 2000 രൂപയായി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചില്ല. അപ്പോൾ ആ കെയർ ഓഫിൽ താങ്കൾ പറഞ്ഞ കിറ്റിന്റെ ആണെങ്കിൽ അന്ന് കിറ്റ് ആണെങ്കിൽ ഇപ്പോൾ ക്ഷേമ പെൻഷൻ 1600-ൽ നിന്ന് 2000, അപ്പം 400 രൂപയാണ് ഒറ്റയടിക്ക് കൂടിയത്. ക്ഷേമ പെൻഷൻ എന്താ കുറച്ച് മുന്നേ പിന്നെ വർദ്ധിപ്പിക്കാഞ്ഞത്? ഇപ്പൊ തന്നെ എത്രങ്ങാനും കൊടുക്കാൻ ബാക്കിയുണ്ട്. എന്താ കുറച്ച് അങ്ങനെ കാര്യമായി കൊടുക്കാൻ ബാക്കിയില്ല. 1 മാസത്തെ 2 മാസത്തെ കണ്ടേ കുടിശ്ശികയുള്ളൂ. ബാക്കിയെല്ലാം കൊടുത്തു തീർത്തിട്ടില്ലേ? ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് കുറച്ച് മുന്നേ പ്രഖ്യാപിക്കാറുണ്ടല്ലോ. ഈ അഹമ്മദ് ബാബ, തെരഞ്ഞെടുപ്പ് ഏത് സർക്കാരായാലും അവര് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതായാലും മറ്റ് ക്ഷേമകാര്യങ്ങൾ ചെയ്യുന്നാലും അതിന് LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ അവരെല്ലാം തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണ്. അതിന് യാതൊരു സംശയവുമില്ല.
ഈ കരയുന്ന നല്ല കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ടേ വേണ്ട, ഞങ്ങൾ ഇതെല്ലാം ചെയ്തോളാം എന്ന് പറയുന്ന ശുദ്ധാത്മാക്കളൊന്നുമല്ല കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഒരു രാഷ്ട്രീയ പാർട്ടികളെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവരിത് ചെയ്ത് താങ്കൾ പറഞ്ഞ കിറ്റ് കൊടുത്തിട്ടാണ് വോട്ട് കിട്ടിയെങ്കിൽ ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൊടുക്കുമ്പോൾ വോട്ട് കൂടുതൽ കിട്ടണ്ടേ? അതിനൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾക്ക് ഇനിയിപ്പോ ഈ 13-ാം തീയതിയുള്ള ഇതിന്റെ ഇലക്ഷൻ റിപ്പോർട്ട് വരുമ്പോ എന്താണ് സംഭവിക്കാന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾ ഒന്നും കൂടി ഒരു ഇവിടുത്തത് ഞങ്ങൾ ഉറപ്പിച്ചു വെച്ച കാര്യമാണ് എന്താ സംഭവിക്കാന്ന്. ഇനി ഞങ്ങൾക്ക് 14-ാം തീയതിക്കത്തെ ഒരു റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ടിനാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ കാര്യം വിടൂ, ഇവിടുത്തെ കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു. അതെന്താണ്, എങ്ങനെയാണ് വിധി വരിക എന്നുള്ളത്. ഇനി 14-ാം തീയതിക്കത്തെ റിസൾട്ടും കൂടി വരണം. അവിടെയാണ് ഞങ്ങൾ കാത്തു നിൽക്കുന്നത്. ശ്രീ അഹമ്മദ് സംസാരിച്ചത്. ശ്രീ വർഗീസാണ് പെരുമ്പാവൂരിൽ നിന്ന്. ശ്രീ വർഗീസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോഴത്തെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു ഫലസൂചനയായി മാറുമോ നമ്മുടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം? എനിക്ക് ഈ UDF-കാരുടെ സമനിലയാണ് ഇപ്പൊ തകർന്നടിഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് കേരളത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അവർ ഈ അഴിമതി ആരോപണങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കുക. അല്ലാണ്ട് ഈ VD സതീശനും പിന്നെ മൂവാറ്റുപുഴ MLA ഒക്കെ കോടതികളിൽ പോയി അഴിമതി ആരോപണം പറഞ്ഞ് കോടതികൾ അവരെ ഓടിച്ചു വിട്ടു. ഈ ആരോപണങ്ങൾ പറഞ്ഞു നടക്കല്ലാതെ യാതൊരു അഴിമതി ആരോപണം ഇവർക്ക് തെളിയിക്കാനോ വസ്തുതയില്ല, സത്യമില്ല. പിന്നെ എങ്ങനെ തെളിയിക്കാൻ പറ്റും? അതുകൊണ്ട് ആ കാര്യങ്ങൾ ഇവർ പറയണ്ട. പിന്നെ ക്ഷേമ പെൻഷനുകൾ ഈ മാസം കൂടി കുടിശ്ശിക ഒന്നും ഉണ്ടാവില്ല, ഫുള്ളും തീർത്തു കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ കഴിഞ്ഞ ഓണക്കാലത്ത് സിവിൽ അവിടെ സപ്ലൈക്കോ വഴി 25 രൂപയ്ക്ക് അരി ഇഷ്ടം പോലെ കൊടുത്തു. 28 കിലോ അരി ഞാൻ വാങ്ങിച്ച ആളാ. 25 രൂപ വിലയേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ഒരു പാവപ്പെട്ടവനെ ചേർത്ത് പിടിച്ചൊരു സർക്കാർ. ഈ സർക്കാരിനെ ഈ കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ തടയുന്ന പറയണത്? ഒരിക്കലും തടയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസ്സുകാരുടെ ഈ അധികാര മോഹം മാത്രമാണ് ഈ അഴിമതി എന്ന് പറയുന്നത്. അമ്പലം കട്ടു എന്ന് പറയുന്നത് അതിലും വലിയ വിവരക്കാരാണ് വന്ന ഉദ്യോഗസ്ഥന്മാര് മുഴുവൻ. ഏത് രാഷ്ട്രീയക്കാരെന്ന് അന്വേഷിച്ച് നോക്കട്ടെ. CPM-ന്റെ പേരിലുള്ള ആരുടെയും പേരിൽ ഇതുവരെ അതിന്റെ പേരിൽ സ്വർണം കെട്ടാന്റെ പേരിൽ കേസ് വന്നിട്ടില്ല ഇതുവരെ എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വെറുതെ ഇങ്ങനെ വിളിച്ചു കൂപ്പി പറഞ്ഞു. CPM-ന്റെ പേരിൽ ആരും വന്നില്ല എന്ന് പറഞ്ഞാൽ CPM അധികാരത്തിലിരിക്കുന്ന കാലത്താണ് ഈ സ്വർണ്ണ പ്രശ്നം വന്നത്, അല്ലാതെ UDF അധികാരത്തിലിരിക്കുമ്പോഴല്ല വന്നത്. ഇത് CPM അധികാരത്തിലിരിക്കുന്ന കാലത്ത് വന്ന കാര്യത്തിൽ കോൺഗ്രസ്സുകാരാണ് കട്ടതിൽ പോലും ഉത്തരവാദികൾ ഭരണത്തിലിരിക്കുന്നവരാണ്. ആരുടെ ഭരണകാലത്താണ് ഈ ഉണ്ണികൃഷ്ണൻ അവിടെ വന്നു കയറിയത്? ആരുടെ കാലത്ത് വന്നു കയറിയാൽ ശ്രീ വർഗീസ് കഴിഞ്ഞ 9-9.5 വർഷമായി കേരളം ഭരിക്കുന്നത്, ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് CPM-ന്റെ നേതൃത്വത്തിലല്ലേ? അവിടെ ആരുടെ കാലത്ത് വന്നു കയറി എന്ന് പറഞ്ഞാൽ ഒരു കള്ളൻ ഉണ്ടെങ്കിൽ ആ കള്ളനെ ഇത്രയും കാലം കൂടെ കൊണ്ടു നടക്കാൻ കഴിഞ്ഞിട്ട് അതിനെ എങ്ങനെ ന്യായീകരിക്കുന്നത്? അതെങ്ങനെയാണ്? കള്ളന്മാരാവണെങ്ങനെ ഇവര് വിശ്വാസികളല്ലേ? എങ്ങനെ അത് തിരിച്ചറിയാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അധികാര സ്ഥാനത്ത് ഇരിക്കുന്നത്? അവിടെ ആർക്കും തിരിച്ചറിഞ്ഞോ? അതിക്കു മുമ്പ് തിരിച്ചറിഞ്ഞോ? ആരും അവരെ തിരിച്ചറിഞ്ഞിട്ടുള്ള കള്ളന്മാരാണ്. ശ്രീ വർഗീസ്, എന്റെ ചോദ്യം, താങ്കളെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പണ്ട് അവിടെ കുറെ കള്ളന്മാരെ കയറി. ആ കള്ളന്മാരെ ആദ്യ വർഷം തിരിച്ചറിഞ്ഞില്ല, 2-ാം വർഷം തിരിച്ചറിഞ്ഞില്ല, 9-ാം വർഷവും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? സാറേ, ഇതിക്കു മുമ്പ് കഴിഞ്ഞ തവണ ഇതുപോലെ ഇവര് സ്വർണ്ണവും ചെമ്പ് മറ്റേതെന്നൊക്കെ പറഞ്ഞത് ആരോപണങ്ങളെ മുന്നോടിച്ചു. പക്ഷെ എന്നിട്ടേക്ക് എന്താ ഉണ്ടായത്? അതുപോലെ ഈ പ്രാവശ്യം സംഭവിച്ചു. എന്താ ഉണ്ടായത്? ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് ശബരിമലയിൽ നിന്ന് സ്വർണം പോയില്ലേ? അന്ന് ഈ ഇവിടെ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തുണ്ടായിരുന്നത് ഇടതുമുന്നണി നിയമിച്ച ആളുകളല്ലേ? ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കേസ് അന്വേഷിക്കേണ്ട കേസൊക്കെ അന്വേഷിച്ചോട്ടെ വർഗീസ്. അവിടെ ഉത്തരവാദിത്തപ്പെട്ടവർ അവിടെ ഉണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്നവർക്ക് ഇത് കള്ളം കാണിക്കുന്നത് തടയാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഒന്നുകിൽ അവര് കൂടി അറിഞ്ഞുകൊണ്ട് കള്ളം കാണിച്ചു. അതിനകത്ത് ആരെങ്കിലും കുറ്റക്കാരെ ശിക്ഷിച്ചോളുന്നേ. കോടതി കുറ്റക്കാരെ ശിക്ഷിച്ചോന്ന് പറയുന്നത് എന്താ കാര്യം? നിങ്ങൾക്ക് അവിടെ നോക്കാൻ അറിഞ്ഞുകൂടാങ്കിൽ അവിടെ ഇരിക്കരുത്. അല്ലാന്നേ ഇതുവരെ ഇവരുടെ ആരോപണം ഇത് വന്നിട്ടാലോ കപിൽ സാറേൽ ഇത് വരട്ടെ, കുറ്റം വരട്ടെ, അതുവരെ നമുക്ക് മിണ്ടാണ്ടിരിക്കാലോ. ഇപ്പൊ പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ തന്നെ കുറ്റം അവരുടെ കയ്യിലല്ലേ, അല്ല മറ്റു കയ്യിലാണോ? അല്ലല്ല, പോലീസ് അന്വേഷിച്ചു. അല്ല അത് നമ്മൾ വിധി എഴുതേണ്ട കാര്യമില്ലോ. ഇപ്പൊ ഒരു ആശുപത്രിയിൽ എന്തെങ്കിലും ചെറിയ സംഭവം ഉണ്ടായി. ഇതാണോ കേരളത്തിന്റെ മൊത്തം അവസ്ഥ? ആശുപത്രിയുടെ കാര്യമല്ലോ താങ്കൾ പറഞ്ഞത്. സ്വർണ്ണപ്പള്ളിയുടെ കാര്യത്തിൽ UDF-കാർ എന്തോ ചെയ്തു എന്നുള്ള പറ്റി പറഞ്ഞു. സ്വർണ്ണപ്പള്ളിയുടെ കാര്യത്തിൽ ഉത്തരവാദി പൂർണ്ണമായും അത് ഭരിച്ച ആ കാലത്ത് ആരാണോ ഭരിച്ചത് അവർക്ക് തന്നെയാണ് ഉത്തരവാദിത്തമുള്ളത്. അവർ ഒന്നുകിൽ അവർ കൂടി ചേർന്ന് മോഷ്ടിച്ചു, അല്ലെങ്കിൽ അവർ മോഷണത്തിന് കണ്ണടച്ചു കൊടുത്തു, അല്ലെങ്കിൽ അവർക്ക് മോഷണം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവർ തന്നെയാണ് കുറ്റക്കാർ. ഈ കർത്താവായിട്ട് ആരാ ഇത് കരാറുണ്ടാക്കിയത്? കരാറുണ്ടാക്കിയതാരാ? ആരുടെ പറഞ്ഞ ആൾത്താ?
ഈ കരിമണൽ കർത്തയുടെ കാര്യം പാസ്റ്റർ പറഞ്ഞല്ലോ. ഇതുമായിട്ട് എന്താണ് ബന്ധം? സ്വർണ്ണപ്പാളിയായിട്ട് അതിപ്പോ പാസ്റ്റർ പറഞ്ഞതിന് മറുപടി ആയിട്ട് പറഞ്ഞതാ ഞാൻ പറഞ്ഞത്. സ്വർണ്ണപ്പാളിയുടെ കാര്യം പറയുമ്പോൾ അവിടെ നിന്ന് താങ്കൾ ഓടി വേറെ കാര്യം UDF കാലത്ത് ഒരുപാട് അഴിമതി ഉണ്ട്. ഈ കർത്തയൊക്കെയായിട്ട് ബന്ധമുള്ള CPM നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ ഉണ്ട്. അതായത് അങ്ങനെയല്ല, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഒരു അമ്പലം കട്ടെടുത്തിട്ടില്ല, അവര് കട്ടെടുക്കുകയില്ല. ഈ വിശ്വാസികളും അവരാണ് പിന്നില്. ശരി വർഗീസ്. ശ്രീ പ്രസന്നാണ് മാളയിൽ നിന്ന്. ശ്രീ പ്രസന്നൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളൊരു ഫലസൂചനയായി മാറുമോ? നമസ്കാരം സാർ. നമസ്കാരം. ഈ ഓരോ തെരഞ്ഞെടുപ്പുകളും ഓരോ സമയത്ത് പല രീതിയിലുള്ള റിസൾട്ടുകൾ നമുക്ക് തരാറുണ്ട്. ഇപ്പോ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അസംബ്ലിയെ ബാധിക്കുമോ എന്ന് പറയാൻ പറ്റില്ല. നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെ മേന്മ നോക്കി കുറച്ച് വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. നല്ല സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ അതിന് പാർട്ടി ബേസിൽ മാത്രമല്ല ഈ വോട്ടുകൾ മാറുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ കുറെ അധികം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഒരു ശതമാനക്കണക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേയേറെ പോരായ്മകളുണ്ട്, നമുക്കൊപ്പം കാണാൻ പറ്റും. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പമ്പയില് മലവെള്ളത്തിന് പോലിച്ചു പോയ നടപ്പന്തല് നമ്മൾ ഈ സ്വാമിമാർ ലക്ഷക്കണക്കിന് പോയിട്ടുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലോ. ഇന്ന് വരെ ഒരു കാലം അവിടെ നാട്ടാൻ, ഒരു ഷീറ്റ് അവിടെ വലിച്ചു കെട്ടാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളീ പോകുന്ന അയ്യപ്പന്മാരൊക്കെ പെരും വെയിലത്ത് അല്ലെങ്കിൽ പെരും മഴയത്ത് ഇങ്ങനെ നടക്കാനാണ്. ആ ലക്ഷക്കണക്കിനുണ്ടോ, ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് അയ്യപ്പന്മാര്. അല്ല, അപ്പൊ അതുപോലെ പോരായ്മകളുണ്ട്. ഏറെ നല്ല കാര്യങ്ങൾ ഒട്ടനവധി ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ നല്ലത് മാത്രം ചെയ്തുകൊണ്ട് ജയിക്കുന്നു അല്ലെങ്കിൽ മോശം ചെയ്തുകൊണ്ട് തോൽക്കുന്നു എന്ന് പറയുന്നതിൽ കറിയില്ല. പിന്നെ ഇവിടുത്തെ UDF അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം അവസ്ഥയാണ്. ഒരു പാർട്ടി ഒരു യുദ്ധത്തിന് പോകുമ്പോ നിൽക്കേണ്ട ഒരു സജ്ജമായ ഒരു സംവിധാനം ഇന്ന് UDF വരാത്തതിന്റെ പേരിൽ LDF ഒരു മേൽക്കൈ ഉണ്ടെന്ന് പറയാതിരിക്കാൻ നിവൃത്തില്ല. അത് UDF പരിശോധിക്കേണ്ട വിഷയങ്ങളാണ്. എല്ലാ പാർട്ടികളും BJP ആയാലും LDF ആയാലും UDF ആയാലും UDF നിൽപ്പ് കണ്ടു കഴിഞ്ഞാല് ആരാണ് മുഖ്യമന്ത്രി എന്ന് നിൽക്കുന്ന മറ്റുള്ളവർക്ക് അറപ്പ് തോന്നുന്ന ഒരു രീതിയാണ് അത്. വാസ്തവം പറഞ്ഞ ആരായിക്കോട്ടെ, X or Y, അത് ഒരു യുദ്ധമുന്നണിയിൽ നിൽക്കുന്ന ഒരു പാർട്ടികൾക്ക് നല്ലതല്ല. ഇപ്പൊ BJP ആയിക്കോട്ടെ, ഞാൻ ഒരു പാർട്ടിയുടെയും വക്താവല്ല. പക്ഷെ കുറേയേറെ നല്ല കാര്യങ്ങൾ പാർട്ടികൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മോശം, നമ്മുടെ വയനാട്ടിലെ ദുരന്തം വന്ന് ഇത്ര കാലമായി എത്ര വീടുകൾ പണിത് കൊടുത്തു. എല്ലാവരും അവിടെ ഇവിടെ നിന്ന് വലിയ വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ടെന്നല്ലാതെ എത്ര വീട് പണിത് കൊടുക്കാൻ, ഒരു 6 മാസം ഉണ്ടായ ഒരു വീട് പണിത് കൊടുക്കാൻ നമുക്ക് സാധാരണക്കാർക്ക് കഴിയും. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. അപ്പൊ അങ്ങനെ കുറച്ച് പോരായ്മകളുണ്ട്. ഒട്ടനവധി സ്കൂളുകൾ നന്നായിട്ടുണ്ട്, ആശുപത്രികൾ നന്നായിട്ടുണ്ട്, ഹൈടെക് ആയിട്ടുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്, അതുണ്ട്. പക്ഷെ അതുപോലുള്ള ഈ ചെറുതും വലുതുമായ നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ചെറുതും വലുതുമായ മോശം കാര്യങ്ങളും ഈ LDF സർക്കാരിന്റെ കാലത്ത് നടന്നിട്ടുണ്ടെന്നുള്ളതൊരു വസ്തുതയാണ്. ആ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മൊത്തം അപഗ്രഥിച്ചിട്ടായിരിക്കും ജനങ്ങൾ. ശ്രീ പ്രസിഡന്റ് വാക്കുകൾ വളരെ ശക്തമാണ്. എല്ലാം ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. LDF സർക്കാരിന്റെ ഒട്ടേറെ നേട്ടങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ LDF സർക്കാരിന്റെ വീഴ്ചകളുണ്ട്, UDF നേട്ടങ്ങളും വീഴ്ചകളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം കൂടി വിലയിരുത്തിയാവും ആളുകൾ വിലയിരുത്തുക. അല്ലാതെ ഒരു ഭാഗം മാത്രം എല്ലാം ശരിയെന്നും മറുഭാഗം മാത്രം എല്ലാം തെറ്റ് എന്നുള്ള അഭിപ്രായത്തിലൊന്നുമല്ല. അങ്ങനെയുള്ള ആളുകൾ മാത്രമല്ല, അങ്ങനെയുള്ള ആളുകളുണ്ട്. LDF ചെയ്യുന്ന എല്ലാം ശരിയെന്നും UDF ചെയ്യുന്ന എല്ലാം ശരിയെന്നും ഒക്കെ കരുതുന്ന ആളുകളുണ്ട്. അങ്ങനെ അല്ലാതെ രണ്ടു കൂട്ടരുടെയും മെറിറ്റ് ഒക്കെ വിലയിരുത്തി വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം കൂടിയുണ്ട്. അവരാണ് എപ്പോഴും ഇതിൻ്റെ ഫലം എപ്പോഴും നിശ്ചയിക്കുന്നത്. കേരളത്തിൻ്റെ രണ്ട് മുന്നണികൾ തമ്മിലുള്ള രാഷ്ട്രീയത്തിൻ്റെ വോട്ടിൻ്റെ വ്യത്യാസമൊക്കെ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസമാണ്. ആ വോട്ടിൻ്റെ വ്യത്യാസം മറികടക്കുന്നത് ഇങ്ങനെ ഇടയ്ക്ക് ചിന്തിക്കുന്ന ആളുകളാണ്. അവരുടെ വോട്ടാണ് ഏറ്റവും പ്രധാനമാകുന്നതും. ശ്രീ സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സുരേന്ദ്രൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കഷ്ടിച്ച് 3 മാസം, അല്ലെങ്കിൽ പരമാവധി പോയാൽ 4 വേണമെങ്കിൽ കൂട്ടിക്കൂ, അതിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കണം. അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു വ്യക്തമായ ഫലസൂചനയായി മാറുമോ? നമസ്കാരം സാറേ. എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഈ വാർഡ് തലത്തിൽ, പഞ്ചായത്തിൽ വാർഡ് തലത്തിലേക്ക് പോകുമ്പോൾ അത് വ്യക്തികേന്ദ്രീകൃതമായിരിക്കും ഭൂരിഭാഗം. അത് വ്യക്തിയുടെ പ്രഭാവം കൊണ്ട് ഉള്ളൊരു വിജയമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബ്ലോക്ക് തലത്തിലെങ്കിലും അതുമാതിരി തന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് പോകുമ്പോൾ കുറെ കൂടി പൊളിറ്റിക്സ് ആണ് അവിടെ വരുന്നത്. അപ്പൊ അതിന്റെ സൂചന നോക്കിയിട്ടാണ് നമ്മൾ അതുപോലെ കോർപ്പറേഷനിലൊക്കെ ആയാലും പൊളിറ്റിക്സിന്റെ ഒരു ഇത് വരും. അതുപോലെ തന്നെ കോർപ്പറേഷനിലായാലും നല്ല സ്ഥാനാർത്ഥികളാണെങ്കിൽ സ്ഥാനാർത്ഥിക്ക് വോട്ടുണ്ടായിരിക്കും. ഈ വാർഡുകളിലേക്ക് വരുമ്പോൾ വ്യക്തി കേന്ദ്രീകൃത തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ നേരത്തെ സാറിനെ ഓർമ്മിപ്പിക്കുകയുള്ളത്, നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അന്ന് ഇടതുപക്ഷം ആകെ തകർന്നു പോയെന്ന് പറഞ്ഞിട്ട് പിന്നെ 5 ഉപതെരഞ്ഞെടുപ്പുകൾ വന്നു. ആ ഉപതെരഞ്ഞെടുപ്പുകൾ എന്തായിരുന്നു? അപ്പൊ നമുക്ക് അങ്ങനെയൊന്നും പ്രവചിക്കാനായിട്ട് പറ്റില്ല. മെയിനായിട്ട് അങ്ങനെ പ്രവചിക്കാൻ പറ്റില്ല.
എന്നിരുന്നാലും ഒരു സൂചന എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ശരിയായിരിക്കാം, ഒരു സൂചന ആയിരിക്കാം. ഈ ജില്ലാ പഞ്ചായത്തുകൾ അതുമാതിരി തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറയാം. പിന്നെ നേരത്തെ ഇതിന്റെ രണ്ട് പ്രേക്ഷകരുടെ പ്രതികരണം ഞാൻ കേട്ടു. ഇടതുപക്ഷ ഗവൺമെന്റ് എന്തെങ്കിലും കുറച്ചൊക്കെ ചെയ്തു എന്ന് പറയുന്നത് തന്നെ അവിടെ വിരുദ്ധത കുറവായിട്ടാണ് ഉണ്ടാവും. സാധാരണ 10 കൊല്ലം അടുപ്പിച്ച് ഭരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണവിരുദ്ധത വളരെയധികം പറയേണ്ടതാണ്. പക്ഷെ എന്നിരുന്നാലും പറഞ്ഞത് കുറെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിപ്പോ ഇടതുപക്ഷം പറയുന്നില്ല പൂർണ്ണമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു പറഞ്ഞ ഒരു ഗവൺമെന്റിന് സാധ്യമല്ല. ഇപ്പൊ അതുപോലെ തന്നെ ഒരു പ്രതികരണം കേട്ടു, മെഡിക്കൽ കോളേജുകളുടെ ഒരു കാര്യം പറഞ്ഞിട്ടു. മെഡിക്കൽ കോളേജുകളിൽ വരുന്ന ആരും മടക്കി വിടുന്നില്ല. അവർ പറയണ ഞങ്ങൾക്ക് നിലത്ത് കിടന്നാലും ഞങ്ങൾക്ക് ഇവിടുത്തെ ചികിത്സ മതി എന്ന് പറഞ്ഞിട്ടാണ്. നമുക്ക് എന്റെ വീട് ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ അടുത്താണ്. നമ്മൾ പോകുമ്പോൾ അവിടെ പോകും, അവർ പറയും ഇവിടെ കിടക്കാൻ ഇതിനൊന്നും സൗകര്യമില്ല, നിങ്ങൾ വീട്ടിൽ പൊക്കോളാം. അപ്പൊ അവിടുത്തെ വരുന്ന ആൾക്കാർ പറയുന്നത് ഞങ്ങൾ ഇവിടെ കിടന്നാലും മതി, ഞങ്ങൾക്ക് ഇവിടുന്ന് ട്രീറ്റ്മെന്റ് കിട്ടണം എന്ന് പറയുന്നത് ആരും മടക്കി വിടുന്നില്ല. അതാണ് ഈ നിലത്തൊക്കെ കിടക്കേണ്ട വരുന്നത്. ശരിയാണ്, അവിടെ നിലത്ത് കിടക്കുന്നുണ്ട്, നമുക്ക് കാണുമ്പോൾ വളരെ ദയനീയതയും കാര്യങ്ങളൊക്കെ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടെ വരുന്ന ആൾക്കാർ ഞങ്ങൾക്ക് ഇവിടെ മതി, ഞങ്ങൾക്ക് തിരിച്ചു പോകണ്ട, ഞങ്ങൾക്ക് ഇവിടെ മതി എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ആലോചിക്കണം. അപ്പൊ അത്രമാത്രം ജനങ്ങള് മെഡിക്കൽ കോളേജുകളിൽ വരുന്നുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സാർ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീ സുരേന്ദ്രൻ. ശ്രീ സബിത്താണ് പാലക്കാട് നിന്നാണ്. ശ്രീ സബിത്ത് പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ പാലക്കാട് തരൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശരി, ശ്രീ സബിത്തിന് എന്ത് തോന്നുന്നു, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞപ്പോ കുറച്ച് ക്ലിയർ അല്ലായിരുന്നു. എന്റെ പേര് സാദിഖ് എന്നാണ്. ശരിക്കും സാബിത്ത്. ഓക്കെ, സാബിത്ത് പറഞ്ഞോളൂ. സാബിത്ത് അല്ല, സാദിഖ്. സാദിഖ്. അതെ, സാദിഖ് തരൂർ. സാദിഖ് തരൂർ. ഓക്കെ, സാദിഖ് തരൂർ എന്ന് താങ്കളുടെ പേര് തിരുത്താൻ ഞങ്ങൾ പറഞ്ഞോളൂ. അതെ, എന്റെയും അഭിപ്രായം ഇതാണ്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അത് കൂടുതൽ, അതായത് പാർട്ടി നോക്കിയല്ല കൂടുതൽ ആളുകളും വോട്ട് ചെയ്യും. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ഒരു സമ്മതനായ എല്ലാവരുടെ ഇടയിൽ നന്നായി പ്രവർത്തിക്കുന്ന ഒരാൾ ഒരു സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ ആളുകൾ മാറി അത് അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാതെ അവർക്ക് വോട്ട് ചെയ്യും. അല്ലാതെ ആ സമയത്ത് പാർട്ടി ചിഹ്നം നോക്കാൻ വലിയൊരു വിഭാഗം നോക്കില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. അത് തന്നെയാണ് ഞാൻ കണ്ടുപോന്നിരിക്കണം. അങ്ങനെ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ. എനിക്ക് തോന്നുന്നു പിന്നെ LDF ചെറിയൊരു മേൽക്കൈ ഉണ്ടെന്നാണ് എനിക്ക്. കാരണം ഈ ക്ഷേമ പെൻഷൻ കൂട്ടിയത് സാധാരണ ജനങ്ങളുടെ ഇടയിൽ, അതായത് സാധാരണ ആളുകളുടെ ഇടയിൽ അതൊരു മുൻതൂക്കം നൽകും എന്നാണ്. തീർച്ചയായിട്ടും അവരുടെ കയ്യിലേക്ക് നേരിട്ടെത്തുന്നതുകൊണ്ട് അതിന്റെ ഒരു ഗുണം LDF ലഭിക്കും. കൂടുതലായിട്ടൊരു അത് പറഞ്ഞ ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായി തകർന്നു പോകുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. LDF നല്ല ശക്തമായിട്ട് തന്നെ അവരുടെ നില നിർത്തുന്നതാണ് എന്റെ ഒരു പ്രതീക്ഷ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. തിരുവനന്തപുരത്ത് കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇടയ്ക്ക് കണ്ടത്. ഇടയ്ക്ക് പാലക്കാട്ടെ ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടത്. എന്നാൽ നമുക്ക് ഒരു ചെറിയ ഇടവേള ശേഷം വളരെ വേഗത്തിൽ മടങ്ങി വരാം. തിരുവല്ലയിൽ നിന്നും ശ്രീരാജൻ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഡിസംബർ 13 അതിൻ്റെ ഫലം അറിയുകയും ചെയ്യാം. ആ ഫലം യഥാർത്ഥത്തിൽ ഏപ്രിൽ നടക്കേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൻ്റെ ഒരു സൂചനയാകുമോ? നമസ്കാരം സാർ. നമസ്കാരം. ഇത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വ്യക്തികളെ നോക്കിയല്ലേ, അപ്പൊ അതുകൊണ്ട് നമുക്കൊന്ന് പിന്നെ ഈ ജില്ലാ പഞ്ചായത്തിന്റെ വെച്ച് നോക്കാം ആരാണ്. പക്ഷേ 2020 കുറെ കൂടെ പഞ്ചായത്ത് പിടിക്കും, പിടിക്കും. കോൺഗ്രസ് തമ്മിത്തല്ല, അവര് നോക്കണ്ട, കമ്മ്യൂണിസ്റ്റേ പിന്നെ കൊണ്ടുപോകത്തുള്ളൂ. അതാണ് എന്റെ അഭിപ്രായം. താങ്കൾ എങ്ങനെയാണ് ഈ കണക്കൊക്കെ ഇത്ര കൃത്യമായി പറയുന്നത്? ഇത് ഒരു അനുമാനം പേപ്പർ വായിക്കുന്നതല്ലയോ? അതൊക്കെ വെച്ചൊരു അനുമാനത്തിന് പറഞ്ഞാണല്ലേ. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. തിരുവല്ലയിൽ നിന്നും ശ്രീ രാജനാണ്. സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലം അറിയാൻ നമുക്ക് ഈ ഡിസംബർ 13 വോട്ടെണ്ണി കഴിയുമ്പോൾ സാധിക്കുമോ? നമസ്കാരം സാർ. നമസ്കാരം. ഈ പഞ്ചായത്ത് ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലും ഇപ്രാവശ്യം LDF വലിയ മുന്നേറ്റം നടത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എത്രയോ നല്ല കാര്യങ്ങൾ ഈ സർക്കാർ ചെയ്തിട്ടുണ്ട്. അത് സാധാരണക്കാർക്കെല്ലാം അറിയാം. രാഷ്ട്രീയപരമായിട്ടല്ല ഞാൻ പറയുന്നത്. കാരണം കേരളത്തിന് ഇത്രയും വികസനം വന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല. അത് എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല, ജനങ്ങൾക്കറിയാം. പിന്നെ വെറുതെ തർക്കിക്കുന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ഈ 10 വർഷമായിട്ട് എന്തെങ്കിലും ഒരു അഴിമതി ഈ സർക്കാരിന് മുമ്പിൽ തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഇത് സാധാരണ ജനങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ 2 തെരഞ്ഞെടുപ്പിലും വൻ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷം വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദ്,
താങ്കൾ ഇപ്പോഴത്തെ അഭിപ്രായം കേട്ട് കാണുമല്ലോ. താങ്കൾക്ക് അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കാനുള്ളത്? അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രാദേശികമായി അതൊരു ഉത്സവമായി, അതൊരു ആഘോഷമായി തദ്ദേശവാസികൾ സ്വീകരിക്കും. ഇവിടെ ഭരണവിരുദ്ധ വികാരമോ അല്ലെ ഭരണ തരംഗമോ അല്ല പ്രധാനമായും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക. ഇരു മുന്നണികളും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അത് അവകാശവാദങ്ങൾ മാത്രമാണ്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ അതാത് പ്രദേശത്തെ വികസനമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് ശക്തരായ ആളുകൾ ആരൊക്കെയാണോ അവരെയാണ് തെരഞ്ഞെടുക്കേണ്ടതെന്ന് പ്രദേശവാസികൾ തീരുമാനം. അതിൽ രാഷ്ട്രീയത്തിന് അതീതമായി വ്യക്തിത്വമുള്ള ആളുകളൊക്കെ ജയിച്ചു വരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ്. ഞാൻ എന്റെ ഉദാഹരണം പറയാം. എന്റെ നാട്ടിൽ, എന്റെ പഞ്ചായത്ത് 30 വർഷമായി ഇടതുപക്ഷം ഭരിക്കുന്നു. 30 വർഷമായി ഇടതുപക്ഷം ഭരിക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ രണ്ട് മുന്നണികളും ഈക്വലാണ്. രണ്ട് മുന്നണികൾ ഒന്നിനൊന്ന് മെച്ചമാണ് എന്റെ പഞ്ചായത്ത്. പക്ഷേ ഇവിടെ ഒരു മുന്നണിയിൽ എപ്പോഴും അടിയും തമ്മിലടിയും തൊഴുത്തിൽ കുത്തും അതേപോലെയുള്ള കാരുവാരിലും ഒക്കെ ആയതുകൊണ്ട് എന്ത് തന്നെ ഭരണത്തിന്റെ 7 അയലത്ത് പോലും എത്തിപ്പെടാൻ കഴിയാത്തൊരു രാഷ്ട്രീയ സാഹചര്യം. അതിലൊക്കെ മാറ്റി ചിന്തിക്കാൻ ഓരോ വർഷവും ഓരോ തെരഞ്ഞെടുപ്പിലും ഇതൊക്കെ സൂചിപ്പിക്കുന്ന ആളുകൾ വിമതരാക്കുന്ന ഒരു ഇപ്പം ഒരുപാട് വിമത സ്ഥാനാർത്ഥികൾ, അതേപോലെ റിബൽ സ്ഥാനാർത്ഥികൾ, ഇതുപോലെ സ്ഥാനം ലഭിക്കാത്ത ആളുകൾ സ്ഥാനാർത്ഥിയായി വരുന്നു. അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു തെരഞ്ഞെടുപ്പാണിത്. അപ്പൊ ആ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെതായ രൂപത്തിൽ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ പരാജയം ഉറപ്പാണ്. അപ്പൊ അവിടെ ഒന്നും ഈ പറഞ്ഞ ഭരണ തരംഗമോ ഭരണവിരുദ്ധ തരംഗവുമല്ല, പ്രാദേശികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹാരം ഇപ്പം തന്നെ കാണുന്നില്ലേ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല, എല്ലായിടത്തും സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചപ്പോൾ അവിടെയൊക്കെ പ്രശ്നങ്ങളില്ലാത്ത വളരെ 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 വിരളമാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാല് അത് പരിഗണിക്കാത്തതിനുള്ള കുറ്റമാണ്. പരിഗണിക്കേണ്ടവരെ പരിഗണിച്ചും ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്തിയും ഒക്കെ ചെയ്യുമെങ്കിൽ മാത്രമാണ് ഇതിന് ഒരു രസം ഉള്ളൂ, അതൊരു സന്തോഷം ഉണ്ടാകുള്ളൂ. അല്ലാതെ ഒരു വിഭാഗത്തെ മാത്രം വെറുപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്കെല്ലാം നേടാം എന്ന് വ്യാമോഹിക്കുന്നത് അത് വ്യാമോഹം മാത്രമാണ്. അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. പ്രാദേശിക തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ പ്രദേശത്തിന് നന്മയുണ്ടാകുന്ന, പ്രദേശത്തിന് ഗുണമുണ്ടാകുന്ന, പ്രദേശത്തിന് വികസനം ഉണ്ടാകുന്ന ആരാണോ വരേണ്ടത് അവർ തന്നെ വരണം. അതാണ്, ആ രീതിയിലാണ് ജനങ്ങൾ ഈ വോട്ടിനെ സമീപിക്കുകയുള്ളൂ, ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുകയുള്ളൂ. ഇത് പ്രാദേശിക തെരഞ്ഞെടുപ്പ് ഒരിക്കലും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നാണ് ശ്രീ റഷീദ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് 2020-ലെ, 2015-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പ്, 2010-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പ്. 2010-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വലിയ നേട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നേട്ടമുണ്ടായി. 2015-ലെയും 20-ലെയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF വലിയ രീതിയിൽ മുന്നേറി. അതിന്റെ പ്രയോജനം അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായി. ഈ തെരഞ്ഞെടുപ്പ് മറ്റേ തെരഞ്ഞെടുപ്പ് നമ്മൾ തുലനം ചെയ്യേണ്ട, വിശകലനം ചെയ്യേണ്ട. ശരി, ഓക്കെ. എന്നാൽ അങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും ഓരോരുത്തർക്കും വ്യാഖ്യാനിക്കാം. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് കണക്കുകൾ നോക്കുമ്പോൾ പക്ഷേ സമീപകാല തെരഞ്ഞെടുപ്പുകളും ഇതുമായി ബന്ധമുണ്ട് എന്ന് കൂടി പറയേണ്ടി വരും. ശ്രീ ബിനോയ് ആണ് കൊല്ലത്തുനിന്ന്. ശ്രീ ബിനോയ്, താങ്കൾ എങ്ങനെയാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ നിലയ്ക്ക് താങ്കൾക്ക് പ്രതീക്ഷയുണ്ടോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നും അതുവഴി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്നും ഒക്കെ? നമസ്കാരം അരുണേ. നമസ്കാരം. കിരണേ, ഉറപ്പായിട്ട് ഞങ്ങൾ ഈ തദ്ദേശ സ്വയംഭരണ ഇലക്ഷന് 6 കോർപ്പറേഷനും ഞങ്ങൾ സ്വന്തമാക്കും. തിരുവനന്തപുരത്തും കൊല്ലത്തും ഞങ്ങൾ നേരത്തെ കൊല്ലത്ത് ഞങ്ങൾ 56-ൽ 35 കിട്ടും. ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പകുതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. CPM-ഉം BJP-യും ഒന്നിച്ചിരുന്ന ആലോചന നടക്കുന്നതേ ഉള്ളൂ. അവിടെ ആലോചിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ഞങ്ങളെ സ്ഥാനാർത്ഥികൾ പകുതിയോളം 1ാം റൗണ്ട് ഇറങ്ങി. പിന്നെ അതൊരു സെമി ഫൈനലാണെന്ന് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ബഹുമാന്യനായ രമേശ് ചെന്നിത്തലയും പറഞ്ഞു കഴിഞ്ഞു. ഇത് ഞങ്ങൾ മിഷൻ 2025 നേരത്തെ, സാധാരണ കോൺഗ്രസ് ഇത്ര നേരത്തെ ഇറങ്ങത്തില്ല കിരണ് തന്നെ അറിയാം. പക്ഷെ ഞങ്ങൾ 1 വർഷത്തിന് മുമ്പ് ഞങ്ങൾ ബൂത്തുകളും ഡിവിഷനുകളും സജ്ജമാക്കി 3-4 പേര് വന്നാൽ അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തുകൊണ്ട് കൃത്യമായി ഞങ്ങൾ പ്രവർത്തനമായിട്ട് ഇറങ്ങി. ഈ കൊല്ലത്തൊന്നും വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടാവില്ല എന്നാണോ? അല്ല, വിമത ഉണ്ടാവില്ല. 100% വിമതരില്ല. അവര് തന്നെ സ്വയം 3-4 പേരെ ഞങ്ങൾ ഡിവിഷനിൽ പേരുകൾ വന്ന് അവിടുന്ന് ഏറ്റവും ഉചിതമായവരെ നോക്കി തിരഞ്ഞെടുത്താണ് ഈ പ്രാവശ്യം സ്ഥാനാർത്ഥികൾ നിർത്തുന്നത്. 2, കേരളം പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ ഒരു കാര്യമുണ്ട്.
സർക്കാർ വിരുദ്ധതയുണ്ട്. ഈ സംസാരിച്ചത് ആരെന്ത് പറഞ്ഞാലും ഞാൻ താഴെ തട്ടിൽ ഇറങ്ങി ഓരോ വീടുകളിലും വോട്ടർമാരെ കാണുന്ന ആളാണ്. പക്ഷെ സർക്കാർ വിരുദ്ധത ഉണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ സർക്കാരിനെതിരെ ജനം വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുകയാണ്. കഴിഞ്ഞ 30 വർഷത്തെ നമ്മളുടെ വികസനം എടുത്തു നോക്കുമ്പോൾ ഈ 10 വർഷം ഒരു വികസനവും ഉണ്ടായിട്ടില്ല. എല്ലാ മേഖലയിലും ഞാൻ ഒന്നൊന്നായി എടുത്തു പറയുന്നില്ല. കിരൺ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ കിരണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അതെ. പക്ഷെ ഞാൻ പറയുന്നു 70% രാഷ്ട്രീയമുണ്ട് ഇപ്പോഴും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലോട്ട് നടക്കുന്ന ഇലക്ഷന്. 6 കോർപ്പറേഷൻ ഞങ്ങൾ ഉറപ്പായിട്ട് പിടിക്കും. തിരുവനന്തപുരത്ത് ഞങ്ങൾ പിടിക്കും. ശബരിനാഥിന് മേയർ കാൻഡിഡേറ്റ് ആയപ്പോൾ ഞങ്ങളുടെ ആ തിരുവനന്തപുരത്ത് ഞങ്ങളൊന്ന് ബാക്ക് അടിക്കുന്നത്. പക്ഷെ അത് ഞങ്ങളിപ്പം മുന്നിലെത്താൻ സാധിച്ചു. അതുപോലെ തന്നെ 50% 30 വയസ്സിനും 20 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ് മത്സരിക്കുന്നത്. എന്തുകൊണ്ടും ഞങ്ങൾ സജ്ജമായി നിൽക്കുകയാണ്. ഇന്ന് KPC പ്രസിഡന്റ് നേരത്തെ തന്നെ പറഞ്ഞു എല്ലാ മേഖലയിലും ഞങ്ങൾ സജ്ജമാണ്. ഇനി ആളുകൾ വന്ന് വോട്ട് ചെയ്യണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളുമായി ഞങ്ങളുടെ ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള നേതാക്കൾ റൂട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇത് സെമി ഫൈനലാണ്. ഇതിനെ വിലയിരുത്തി ഞങ്ങൾ 100 കേരളത്തിലെ അധികാരവും പിടിക്കും. വളരെ വ്യക്തമാണ്. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പുള്ള സൂചനയാണോ അതോ തദ്ദേശം വേറെ നിയമസഭ വേറെ എന്ന് പറയാൻ കഴിയുമോ? ഗുഡ് ഈവനിങ് ശ്രീ. പറഞ്ഞോളൂ ശ്രീ ദിവാകരൻ. കിരൺ സാറേ, ദൂരെ നിന്ന് വിളിക്കുകയാണ് സാറേ. കേട്ടില്ല. ഹലോ, ദൂരെ നിന്ന് വിളിക്കുന്നതാണ് സാറേ. ദൂരെ തലശ്ശേരിന്നല്ലേ? അല്ല, ഞാൻ വേറെ യാത്രയില്ല. ദൂരെ നിന്ന് ഞാൻ മറ്റേ സോഷ്യൽ മീഡിയന്റെ മറ്റേ ഇതില് കൂടെ കണ്ടിട്ട് വിളിക്കുന്ന ഇടക്കാലം വിളിക്കലുണ്ടല്ലോ. അത് പിന്നെ സാറേ പ്രത്യേകം ഇന്ന് വിളിക്കാൻ പിന്നെ സാറാന്ന് കണ്ട് രണ്ടുപേരും എനിക്ക് വളരെ ഇഷ്ടമാണ്. മനു സാറിന് കിട്ടത്. അതായത് പിന്നെ അതിനു മുമ്പിൽ ഒരു 2 പേരും ഒന്ന് പറഞ്ഞോട്ടെ സാറേ. ന്യൂസ് കേരളയില് നിങ്ങൾക്കും പ്രേക്ഷകർക്കും പറയാ എന്ന ടോപ്പിക് മാറ്ററിൽ ബിഗ് ബോസിന്റെ ഒരു പരാമർശ സെക്ഷൻ വന്നിരുന്നു. അതിന് മെഗാ ഫൈനൽ 2 ദിവസം മുമ്പേ എന്റെ മകളെ പോലെയുള്ള നിഷ്കളങ്കയായ കുട്ടിയും ധാരാളം പ്രതിസന്ധി ചെയ്ത കുട്ടിയായ പിന്നെ അനുമോൾക്ക് എന്തായാലും വിന്നറാവുന്നു, പിന്നെ റണ്ണറപ്പ് മറ്റേ അനീഷു ആവുന്നു. ഞാൻ 2 പ്രാവശ്യം പറഞ്ഞു. അത് ന്യൂസ് കേരളയിൽ മാത്രം പറഞ്ഞിട്ടുള്ളൂ. ന്യൂസ് കേരളയിൽ മാത്രം. അപ്പൊ അത് ബലവത്തായി. അത് താങ്കളുടെ പ്രവചനം എന്തായാലും ബിഗ് ബോസിൽ വിജയിച്ചു എന്നതിൽ പ്രത്യേകമായ സന്തോഷം. ശരി ശ്രീദിവാരൻ, താങ്കൾ ഇതിൽ അഭിപ്രായം പറഞ്ഞോളൂ. ഇനി അഭിപ്രായം പറയട്ടെ സാറേ. അതായത് മനുഷ്യനെ പിന്നെ പണ്ടേത്തം പോലെയല്ല, മനുഷ്യനെല്ലാം അനുഭവിക്കുന്ന അതായത് സുഖവും ദുഃഖവും എല്ലാം അനുഭവിക്കുന്നതാ. അപ്പോ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന കോർപ്പറേഷൻ പിന്നെ മുനിസിപ്പാലിറ്റി പഞ്ചായത്തിൽ അവിടെ എന്തെല്ലാം നടക്കുന്നു, എന്തെല്ലാം ജനങ്ങൾക്ക് ചെയ്തു തന്ന മെമ്പേഴ്സ്. അപ്പോ അത് കണക്കിലെടുത്തിട്ട് ജനങ്ങൾ ഇപ്പൊ എല്ലാവർക്കും വകതിരിവായി മനസ്സിലാക്കേണ്ട ബുദ്ധിയും സാമർഥ്യവും വകതിരിവെല്ലാം വന്നു. അപ്പൊ അത് കണക്കിലെടുത്തിട്ടാ ഇനിയിപ്പം വോട്ട് കൊടുക്കുക. പിന്നെ തദ്ദേശ സ്വയംഭരണത്തിൽ കിട്ടിയ ഇത് പിന്നെ നിയമസഭയിലും പിന്നെ പാർലമെന്റിലും അങ്ങനെ വരൂല സാറേ. അത് രണ്ടും 2 ഡിഫറൻസാ. അത് രണ്ടും 2. ഹലോ, ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ ദിവാകരൻ. ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ഷാജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എങ്ങനെയായിരിക്കും ഈ തദ്ദേശവും നിയമസഭയുമായിട്ട് എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? ഒരു ബന്ധവും ഇല്ല. നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഈ പത്തനംതിട്ട സാറൊന്ന് വരാമെങ്കിൽ കാണാൻ പറ്റും. കോഴഞ്ചേരി പാലം 10 വർഷം കൊണ്ട് പണിഞ്ഞിട്ടേക്കോ. കോഴഞ്ചേരി പാലം എന്തിനു പണിഞ്ഞിട്ടേക്കുവോ? എന്തിന്റെ കേട് കൊണ്ട് പറ്റിയതാ? അല്ല ഞാൻ ചോദിക്കുന്ന ഒന്നിപ്പം പത്തനംതിട്ട ഒരു മേൽപ്പാലം പണിഞ്ഞുകൊണ്ടിരിക്കുക. വോട്ട് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് 4 പേരെ അങ്ങോട്ട് നടത്തും. ഓടി പിടിക്കാനകത്ത് കിടക്കാൻ പറ്റുമോ? കോന്നിയിലൊരു ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് 10 കൊല്ലത്തിന് മുമ്പ് അടൂർ സാറിന്റെ ഇതിലിട്ടാ. ഗിരീഷ് കുമാർ കയറിയിട്ട് ഇപ്പം എത്ര വർഷമായി? എന്തെങ്കിലും ഒരു വികസനം അവിടെ നടക്കുന്നുണ്ടോ? കോന്നി മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും ഒരു വികസനം നടക്കുന്നുണ്ടോ? എന്ത് വികസനത്തിന്റെ കാര്യം പറഞ്ഞാൽ പത്തനംതിട്ടയിലെ ഒരു ജയിൽ 10 വർഷമായി പണിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പണി എന്തെങ്കിലും നടക്കുന്നുണ്ടോ? സാർ വന്ന് നോക്ക്, ഞാൻ പറഞ്ഞ കള്ളമാണോ? പത്തനംതിട്ടയിലെ പുതിയ ബസ് സ്റ്റാൻഡിനകത്ത് ഇരിക്കാൻ പോലും ഒരു ഇരിപ്പിടമില്ലാത്തവിടുത്തെ എന്തോ വികസനമാണ് ഇവർ ചെയ്യുന്നത്. 1000 രൂപ കൊണ്ട്. അതുപോലെ തന്നെ ബെവറേജില് കോടി രൂപ കിട്ടുന്നതാണല്ലോ. അവിടെ എന്തുമാത്രം കൂലിപ്പണിക്കാർ കിടന്ന് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് പൈസ കൊണ്ടുവന്ന് അവിടെ കൊണ്ട് തള്ളുമ്പോഴേ അവരെല്ലാം കിടന്ന് AC കത്തിരുന്ന് സൂക്ഷിച്ചിരിക്കുക.
ഈ വരുന്നവർക്ക് എന്തെങ്കിലും ഒരു കാറ്റ് വല്ലതും കിട്ടുന്നുണ്ടോ? ഉള്ള കണ്ണാടിയെല്ലാം അടച്ചു പൂട്ടി എങ്ങനെ എന്തോ വികസനം ഇവർ കാണിക്കുന്നത്? ഒരു 2000 രൂപ കൊടുത്തൊരു ഫാൻ മേടിച്ചിടാൻ പറ്റത്തില്ല ഇവർക്ക്? ശരി, ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ബാലേന്ദ്രനാണ് യു പിയിൽ നിന്നും. ശ്രീ ബാലേന്ദ്രൻ യു പിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ഒരാൾ കൂടിയാണ്. ശ്രീ ബാലേന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ പോകുന്ന മാസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലസൂചനയായി മാറാൻ സാധ്യതയുണ്ടോ? നമസ്കാരം. നമസ്കാരം. ഇത് ഓരോ തെരഞ്ഞെടുപ്പും വെവ്വേറെ പാറ്റേൺ ആണല്ലോ. പാർലമെന്റിലെ പോലെയല്ല, അസംബ്ലിയിലല്ല. ഇതുപോലെ ഇതിന് 50-50 ആണ്. 50-50 പൊളിറ്റിക്കലും വ്യക്തിപരവും സമാസമാണ് നിൽക്കുന്നത്. പക്ഷെ ഇടതുപക്ഷം അടിച്ചു കയറും, അതിലൊരു സംശയമില്ല. 2ാം സ്ഥാനം കോൺഗ്രസും 3ാം സ്ഥാനം BJP. പുറത്ത് കൈയിട്ടൊന്ന് കൂടെ കൂട്ടുന്നു മാത്രം. വേണ്ടപ്പെട്ട കാര്യങ്ങൾക്കൊന്നും യോജിപ്പിൽ ആൾക്കാരെ ഒത്തുപിടിപ്പിക്കാൻ അവർക്ക് പറ്റില്ല. ഇടതുപക്ഷത്തിന്റെ അടിത്തറ ഭയങ്കര അടിത്തറയാണ്. അത് ഈ ഇലക്ഷൻ ആണെങ്കിലും കോളേജ് ഇലക്ഷൻ വരെ ആണെങ്കിലും അത് കാലങ്ങളായിട്ട് അവർ ആ ചിട്ടവട്ടത്തോടെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ വിജയിക്കും. നമ്മുടെ കണ്ണിന് മുമ്പിൽ യാഥാർത്ഥ്യമാണ് അത് കോൺഗ്രസ്സുകാരെ തോൽപ്പിക്കുന്നത് കോൺഗ്രസ്സുകാർ മാത്രമാണ്. അതല്ലാണ്ട് വേറൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അതിലൊരു പങ്കുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചാരിയിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടും ആൾക്കാരെ പറ്റിക്കാനുള്ള ഒരു പാർട്ടിയായി മാറിയേക്കുന്നത് കോൺഗ്രസ്. ഒന്നാമത്തെ തുറന്നടിച്ച് പറയണ അവർ ഓരോ നേതാക്കന്മാരൊക്കെ നല്ല ആളൊക്കെ ഉള്ള ആൾക്കാരാണ്. ബുദ്ധി പറഞ്ഞില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചങ്ങോട്ട് വന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ഉപേക്ഷിക്കും ഞങ്ങൾ. ആരെങ്കിലും പറയാൻ പാടുണ്ടത്? ശരി, ഓക്കെ. ശ്രീ ബാലകൃഷ്ണൻ, ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, ഈ കഴിഞ്ഞ 3 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം പരിശോധിച്ചു കഴിഞ്ഞാൽ ആ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ പോകുന്ന തൊട്ടടുത്ത് 3 മാസത്തിലോ 4 മാസത്തിനുള്ളൂ അല്ലെങ്കിൽ 5 മാസത്തിനുള്ളിൽ നടക്കേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവുമായി ഏറെക്കുറെ യോജിക്കുന്ന ഫലമായിരുന്നു. 2010 അത് UDF അനുകൂലമായിരുന്നെങ്കിൽ 2015-ലും 2020-ലും അത് LDF അനുകൂലമായിരുന്നു. ഇക്കുറിയും ആ തരത്തിലേക്ക് ഈ 2 തെരഞ്ഞെടുപ്പുകളുടെ ഫലത്തെ കാണാൻ കഴിയുമോ? നമസ്കാരം. നമസ്കാരം. അതായത് നമ്മുടെ നാട്ടില് ഒരറ്റം മുതൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്താല് കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു നമ്മുടെ നാട്, അതിൽ നിന്ന് എത്രയോ മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് എല്ലാവർക്കും കാണാൻ കഴിയും. കണ്ണു തുറന്ന് കണ്ടാൽ മതി. അത്രയും പുരോഗതിയാണ് ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേരളത്തിനുണ്ടായിട്ടുള്ളത്. എവിടെ നോക്കിയാലും, ഏത് കാര്യത്തിൽ നോക്കിയാലും, സ്കൂളായാലും റോഡായാലും ആശുപത്രി ആയാലും ജനജീവിതമായാലും നാട്ടുമ്പുറത്തെ റോഡുകളായാലും എല്ലാം ഇത്രയും വലിയ പുരോഗതി ഉണ്ടായ ഒരു കാലമില്ല. അതുകൊണ്ട് ഇടതുപക്ഷത്തിനല്ലാത്ത ജനത്തിന് ആർക്കാ വോട്ട് ചെയ്യാൻ കഴിയുക? ഇനിയും ഇതേ രീതി പിന്തുടരേണ്ട കാര്യമൊക്കെ അങ്ങനെ പറയണോ ശ്രീ കൃഷ്ണൻകുട്ടി? എത്രയോ കാലമായി സർവീസ് റോഡുകൾ കൃത്യമായി പണിഞ്ഞിട്ട് വേണം പ്രധാന റോഡുകൾ പണിയേണ്ടതെന്ന് റൂളുള്ളപ്പോൾ അതൊന്നും നടപ്പാക്കാൻ ചെയ്യുന്ന കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന സർക്കാരോ ഒന്നും ഇടപെടാതെ ആളുകൾ നടുവൊടിഞ്ഞാണ് ഇപ്പോൾ മെയിൻ റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, കഴിഞ്ഞ 5 വർഷം മുമ്പ് എന്തായിരുന്നോ, കഴിഞ്ഞ 5 വർഷം മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാളും 10 വർഷം മുമ്പ് ഉണ്ടായിരുന്നേക്കാളും ഏറ്റവും കഴിഞ്ഞ 10-20 വർഷത്തിനിടയിൽ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലാണ് നമ്മുടെ ഹൈവേകൾ കിടക്കുന്നത്. അത് നല്ലതായി ഒരു പണിയാൻ വേണ്ടിയുള്ള മുന്നൊരുക്കമാണ്. അത് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ ആ മുന്നൊരുക്കം ചെയ്യുമ്പോൾ സർവീസ് റോഡുകൾ മാന്യമായി നിർമ്മിച്ചിട്ട് വേണം ചെയ്യേണ്ടതെന്നാണ് നിയമം. പക്ഷെ ആ നിയമം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരും തയ്യാറായിട്ടില്ല, അത് നടപ്പാക്കിക്കാൻ സംസ്ഥാന സർക്കാരും തയ്യാറായിട്ടില്ല എന്ന യാഥാർത്ഥ്യം കൂടി ഉണ്ട്. ഈ റോഡിന്റെ കാര്യം താങ്കൾ പറഞ്ഞുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചാണ്. കഴിഞ്ഞു, പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു നാട്ടുമ്പുറത്തെ കാര്യമാണ്. പക്ഷേ ഇടയ്ക്ക് താങ്കൾ പറഞ്ഞു റോഡിലൂടെ പോകുമ്പോഴെന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരം റോഡിലൂടെ പോകേണ്ടി വരുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞാണ്. നിങ്ങൾ പറഞ്ഞോണ്ടപ്പോ ഞാൻ അങ്ങനെ പറയുന്നത്. പറഞ്ഞോളൂ താങ്കൾ. ഞാൻ പറഞ്ഞത് നാട്ടുമ്പുറത്തോട്ട് നോക്കിക്കോ. നാട്ടുമ്പുറം നന്മകളാൽ സമൃദ്ധം എന്ന് പറയുന്നത് എത്രയോ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ ഭരണം കേരളം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. എവിടെയെങ്കിലും പോക്കറ്റ് റോഡോ പിന്നെ ഹൈവേയുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം, അതും പരിഹരിക്കപ്പെടും. അങ്ങനെയല്ല ഞാൻ പറഞ്ഞ നാട്ടുപുറത്തെ സ്കൂളുകള്, നാട്ടുപുറത്തെ ആശുപത്രികള്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. ആളുകൾ വളരെ സന്തോഷവാന്മാരാണ്. ഈ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന കുത്തിരിത്തിരിപ്പല്ലാതെ വേറൊരു പ്രശ്നം നാട്ടിലില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും LDF തന്നെ മുന്നേറും ഈ പ്രാവശ്യവും, യാതൊരു സംശയമില്ല. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഓരോരുത്തരുടെയും രാഷ്ട്രീയ അനുഭാവത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞവർ ഈ 2 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അതിൽ LDF വലിയ ഒരു വിജയം സമ്മാനിക്കുമെന്നും അത് വീണ്ടും ഒരു 3ാം ഊഴത്തിലേക്ക് ഈ LDF സർക്കാരിനെ കൊണ്ടെത്തിക്കും എന്നൊക്കെ അവകാശപ്പെട്ട ഇടത് മുന്നണിയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ ഇടത് അനുഭവമുള്ള ആളുകൾ, അങ്ങനെയല്ല, ഇത് 10 വർഷത്തെ ഈ ഭരണത്തിനുള്ള എതിരായ ഒരു വിധിയെഴുത്താവും തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞ UDF പ്രവർത്തകർ അതിനിടയിൽ കൂടി ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാവും എന്നുള്ള അവകാശം
അവകാശവാദം ഉന്നയിച്ച BJP-ക്കാർ. ഇതൊന്നും അല്ലാതെ നിഷ്പക്ഷമായിട്ടൊക്കെ അഭിപ്രായം പറഞ്ഞ ആളുകളും ഒക്കെ ഉണ്ട്. ഓരോരുത്തരും ഓരോ സ്ഥലത്തും ചിലയിടത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ വ്യക്തികളെ നോക്കിയൊക്കെയാണ് വോട്ട് ചെയ്യുന്നത് പലപ്പോഴും. അത് രാഷ്ട്രീയം മാത്രം നോക്കിയല്ല. അതുകൊണ്ട് പൂർണ്ണമായും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ ഒരു രാഷ്ട്രീയമായി കണക്കാക്കാൻ കഴിയില്ല എന്ന് അങ്ങനെയൊക്കെ വിവിധ കാരണങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ആ കൂടി ഫലം നോക്കുമ്പോൾ കഴിഞ്ഞ 3 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നോക്കുമ്പോഴും അത് ഏറെക്കുറെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലസൂചനയുമായി ബന്ധപ്പെട്ടാണ് നിന്നിരുന്നത് എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.